നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മിസ്സേ. മിസ്സേ. നിബില മിസ്സേ. 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 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? മിസ്സേ കേൾക്കാം. ഓക്കെ. ക്രോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് HSST പ്രീവിയസ് വിന്നേഴ്സ് മീറ്റും അതുപോലെ സിലബസ് അനാലിസിസും കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒരു മീറ്റിംഗ് കൂടിയിരിക്കുന്നത്. അപ്പൊ ഏവർക്കും സ്വാഗതം. നമ്മൾ 2 വിന്നേഴ്സ് ആണ് ഇന്നിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. HSST ക്വാളിഫൈഡ് HSST ആയിട്ട് ജോയിൻ ചെയ്ത ശ്രുതി, അതുപോലെ CSIR ക്വാളിഫൈ ചെയ്ത് CSIR നെറ്റ് ക്വാളിഫൈ ചെയ്യും HSST റാങ്ക് ലിസ്റ്റിലും ഇടം നേടിയിരിക്കുന്ന പതിവിതയാണ് നമ്മളുടെ വിന്നേഴ്സ് ആയിട്ട് ഇന്ന് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരോട് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശ്രുതി, വിന്നർ ശ്രുതി HSST ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ശ്രുതി നമ്മളുടെ ടോസിലെ സ്റ്റുഡന്റ് ആണ്. സെറ്റും HSST ടോസിൽ നിന്നാണ് ശ്രുതി ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ശ്രുതിയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു PSCയുടെ നിലവാരം നമുക്കറിയാം, എത്രത്തോളം ഹാർഡ് എക്സാം ആണ്, ടഫ് എക്സാം ആണെന്നുള്ളത് അറിയാം. അപ്പൊ അത്രയും ഒരു ടഫ് എക്സാം ക്ലിയർ ചെയ്ത് HSST ആയിട്ട് ജോയിൻ ചെയ്ത ശ്രുതിയാണ് ഇന്നത്തെ മീറ്റിംഗിൽ നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്, എങ്ങനെ കോച്ചിങ് ഹെൽപ്ഫുൾ ആയി, എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ ആണ് ശ്രുതി നടത്തിയത്, എങ്ങനെയാണ് ഈ ഒരു അച്ചീവ്മെന്റ് നേടിയത് എന്ന കാര്യങ്ങൾ ശ്രുതി നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഫഹ്മിതയുണ്ട്, അതുപോലെ തന്നെ CSIR ലാസ്റ്റ് ക്വാളിഫൈ ചെയ്ത ശ്രുതിയും, അതുപോലെ നമിത പോള് HSST റാങ്ക് മെയിൻ ലിസ്റ്റിൽ ക്വാളിഫൈ ചെയ്ത ആളാണ്. അതുപോലെ തന്നെ നിബില മിസ്, നമ്മുടെ ഓൾറെഡി ഇവിടെ ക്ലാസ് എടുക്കുന്ന നിബില മിസ്സും 2018 റാങ്ക് ഹോൾഡർ ആണ്. മിസ്സിന്റെ എക്സ്പീരിയൻസ് അനാലിസിസ് നടത്തുമ്പോൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ശ്രുതിയെ ഇൻവൈറ്റ് ചെയ്യാം. ശ്രുതി ലൈനിലുണ്ടല്ലോ അല്ലെ? ശ്രുതി. യെസ് മാം. കേൾക്കുന്നുണ്ടോ? ഓക്കെ കേൾക്കാം. അപ്പൊ ശ്രുതിയെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ശ്രുതി എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ മാം. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ എക്സ്പീരിയൻസ് പറയുന്ന വെച്ചാൽ നമ്മുടെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നത് 2021 ലാസ്റ്റിലാണ്. അപ്പോൾ ആദ്യം ഞാൻ സ്വയം തന്നെ പഠിക്കാൻ വേണ്ടി സിലബസ് എല്ലാം വെച്ചിരുന്നു. എന്നിട്ട് സെറ്റിൻ്റെ നോട്ടെല്ലാം വെച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ടോസിൽ ജോയിൻ ചെയ്തത്. എങ്ങനെ ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെയാന്ന് പ്രിപ്പറേഷന് ഒരു ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല. ആ ടൈമിൽ ഞാൻ ഓൾറെഡി UP എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് അഡ്വൈസ് വന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായത്. അപ്പോൾ ടോസിൽ ചേർന്നിട്ടാകുമ്പോൾ എനിക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടിയത്. കാരണം ദിവ്യ മിസ്സിൻ്റെ ക്ലാസ് അത്രക്കും നല്ലതായിരുന്നു. കാരണം എത്ര ടഫായിട്ടുള്ള ടോപ്പിക് ആയാലും അത് സിമ്പിളായിട്ട് മിസ് ക്ലാസ് എടുക്കുന്നത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2012 PG കഴിഞ്ഞതാണ്. പിന്നെ കുറേ വർഷം ഗൾഫിലായിരുന്നു. പിന്നെ 2018 B.Ed ചെയ്തത്. 2016 to 18 2 വർഷത്തെ. അതിനുശേഷം ഞാൻ B.Ed കഴിഞ്ഞ ശേഷം ഫസ്റ്റ് വിളിച്ച PSC UP ആയിരുന്നു. അപ്പോൾ UPക്ക് വേണ്ടി നല്ലോണം പ്രിപ്പയർ ചെയ്തതുകൊണ്ട് GK തയ്യാറുമായിരുന്നു. പിന്നെ സബ്ജക്റ്റ് അന്നേരം B.Ed കഴിഞ്ഞ പാടും തന്നെ ആ സമയത്ത് തന്നെ സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം UPക്ക് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് സബ്ജക്റ്റ് ടച്ച് മൊത്തം വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് 2021 ആണ് HSST വിളിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ടോസിൽ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ ചെയ്തത് ക്ലാസ് റെഗുലറായിട്ട് കറക്റ്റ് ടൈമിൽ കാണുന്നുണ്ടായിരുന്നു. അത് റെക്കോർഡഡ് ക്ലാസ്സാണ് ഉണ്ടായത്. അപ്പോൾ കറക്റ്റ് കണ്ടിട്ട് അത്
ഓരോ ആഴ്ചയും PYQ എക്സാം ഉണ്ടായിരുന്നു. അത് ഞാൻ കറക്റ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അധികം ടോപ്പ് റാങ്കിൽ തന്നെ അതിന്റെ ടോപ്പ് റാങ്കിൽ വരലുണ്ടായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞ ശേഷം വീട്ടിലെ തിരക്കും കാരണം എനിക്ക് പിന്നെ ക്ലാസ് റെഗുലറായി കാണാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ക്ലാസ് കുറെ എടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയ സമയത്ത് പിന്നെ ഞാൻ ചെയ്തത് സിലബസ് മൊത്തത്തിൽ ഒന്ന് നോക്കി. അപ്പൊ ഞാൻ തന്നെ ഒരു ടൈം ടേബിൾ ആക്കി സിലബസ് വെച്ച് പഠിക്കാൻ തുടങ്ങി. അതായത് ഞാൻ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ഇതിന്റെ ക്ലാസ് റെക്കോർഡഡ് ക്ലാസ് കാണും. പിന്നെ റെക്കോർഡഡ് ക്ലാസ് കാണുമ്പോൾ തന്നെ നോട്ട് എഴുതും. അതിന്റെ കൂടെ ടെക്സ്റ്റ് വെച്ചിട്ട് ഞാൻ തന്നെ നോട്ട് സ്വയം പ്രിപ്പയർ ചെയ്യും, എക്സ്ട്രാ പോയിന്റ് ഉണ്ടെങ്കിൽ. അങ്ങനെ ഓരോ സിലബസ് മൊത്തം ഞാൻ നോട്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്കത് ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ അതിപ്പം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചാലൊന്നും അത് ജസ്റ്റ് വായിച്ചാൽ നമുക്ക് അത്ര മെമ്മറി ഉണ്ടാവില്ല എന്നാണ് എനിക്കൊരു അനുഭവം. അതുകൊണ്ട് നമ്മൾ തന്നെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അത് നല്ലൊരു ഓർമ്മയുണ്ടാവും. പിന്നെ അത് ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒന്നാമത്തത് ഇടക്കിടക്ക് റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്ര പഠിച്ചാലും നമ്മളത് മറന്നു പോകും. അപ്പോൾ ചില സമയത്ത് റിവിഷൻ ചെയ്യാൻ പറ്റാത്തത് ലാസ്റ്റ് ആവുമ്പോൾ കുറച്ച് ടഫായിട്ടുണ്ടായിനി. പിന്നെ ഞാൻ ഒരു വർഷത്തോളം തന്നെ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 2021 ഡിസംബർ ആ ടൈമിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായത്. 2022 ജനുവരി ആ ടൈമിലാണ് ഞാൻ ടോസ്റ്റലി ജോയിൻ ചെയ്തു. ഒരു വർഷത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിനി. അപ്പൊ എനിക്ക് 2023 ഫസ്റ്റിൽ തന്നെ UP ജോയിൻ ചെയ്തു. UP ജോയിൻ ചെയ്തതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് പഠിക്കാനേ പറ്റിയിട്ടുണ്ടായിട്ടില്ല. കാരണം UP എന്ന് പറയുമ്പം എല്ലാ സബ്ജക്റ്റും ക്ലാസ് എടുക്കണം. നമ്മൾ എനിക്ക് സയൻസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടേ ഉണ്ടായിട്ടില്ല. ഇപ്പൊ UPയിൽ കയറുമ്പോൾ നമ്മൾ സോഷ്യലും എല്ലാ സബ്ജക്റ്റും എടുക്കണം. അപ്പൊ എനിക്ക് പഠിക്കാൻ ടൈം കിട്ടിയിട്ടേ ഉണ്ടായിട്ടില്ല. അപ്പൊ അന്ന് പെട്ടെന്ന് മെയ്യിലാണ് എക്സാം ഡേറ്റ് വന്നത്. അപ്പൊ മുന്നേ പഠിച്ച് എല്ലാ നോട്ടും എന്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് കിട്ടുന്ന സമയത്ത് സ്കൂളിൽ പോയാലും ഞാൻ ഉച്ചക്കലെടുത്ത് നോട്ട് വായിക്കലുണ്ട്. പിന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് അങ്ങനെ കാര്യമായിട്ട് പഠിപ്പ് നടന്നിട്ടില്ല. പക്ഷെ അതിന് തൊട്ട് മുന്നത്തെ ഒരു വർഷം നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിക്കാനിരുന്നാല് രാവിലെ മുതൽ വീട്ടിൽ ഞാനും മോളും മാത്രമേ ഉള്ളൂ. അപ്പൊ മോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാല് ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് രാവിലെ ഇരുന്ന ഫുൾ ടൈം പഠിത്തം തന്നെയാണ്. പഠിക്കാൻ ഇരുന്നാൽ ചിലപ്പം കുറേ സമയം ഇങ്ങനെ ആലോചിച്ചിട്ടുള്ള സമയമെല്ലാം കളയലുണ്ട്. എന്നാലും രാവിലെ മുതൽ ഒരു 12 മണി വരെ പഠിക്കും. പിന്നെ ഒരു 4 മണിക്ക് ഇരുന്നിട്ട് പിന്നെ രാത്രി വരെ ഇരിക്കും. അങ്ങനെ ഒരു വർഷത്തോളം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിന്. പക്ഷെ അതിന്റെ എല്ലാം ആ ഒരു എഫക്റ്റ് ആ 3 മാസം UPയിൽ പോയതുകൊണ്ട് ആ ഒരു ബ്രേക്ക് നല്ലോണം വന്നു. പെട്ടെന്നായിരുന്നു നമ്മൾ എക്സാമിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ മാർച്ച് ലാസ്റ്റ് ആവുമ്പോൾ മാർച്ചും മെയ് 15 എക്സാം ഉണ്ടായത്. അപ്പൊ ഞാൻ മാർച്ച് ലാസ്റ്റ് മുതൽ ഏപ്രിൽ ഫുള്ളും മെയ് പകുതി വരെയും ഫുൾ ടൈം, അതായത് എൻ്റെ വീട്ടിലെ അമ്മേനെ വീട്ടിലേക്ക് വന്നിട്ട് അമ്മ ഹെൽപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് പണിയൊന്നും എടുക്കാനുണ്ടായിട്ടില്ല. ഫുൾ ടൈം ആ 1.5 മാസം പഠിച്ചതാണ്. ആ 1.5 മാസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ നോട്ടെല്ലാം ഞാൻ റിവിഷൻ നടത്തി. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളതുകൊണ്ട് അത് ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എക്സാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ് ഉണ്ടായത്. സാധാരണ നമ്മൾ നോക്കുന്ന മെയിൻ എല്ലാ ടോപ്പിക്കൊന്നും നമ്മൾ മെയിൻ ആയിട്ട് വരും എന്ന് പറഞ്ഞതൊന്നും അങ്ങനെ വന്നിട്ടുണ്ടായിട്ടില്ല. അതൊരു ഓൺലൈൻ എക്സാമോ ഉണ്ടായത്. നമ്മൾ വരൂലെന്ന് പറഞ്ഞ് വിടുന്ന അങ്ങനത്തെ ആ ഭാഗത്തു നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് എല്ലാം വന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതൊന്നും അങ്ങനെ വന്നിട്ടുണ്ടായിട്ടില്ല. നമ്മൾ ഇമ്പോർട്ടന്റ് അല്ലാന്ന് പറഞ്ഞ് കളയുന്ന ഭാഗത്തു നിന്നെല്ലാം കൂടുതൽ വന്നത്. എക്സാം നല്ല ടഫാണ് ഉണ്ടായത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചത് സാധാരണഗതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് അധികം വരലുണ്ടായത്. പക്ഷെ ഈ ഒരു വർഷം നേരെ ട്വിസ്റ്റ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ കുറവാണ് ഉണ്ടായത്. എല്ലാം വേറൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പും അങ്ങനെയെല്ലാം വന്നത്. പിന്നെ GK ഓൾറെഡി ഞാൻ UP ഇതിനായിട്ട് HSSTക്ക് ആയിട്ട് ഞാൻ അങ്ങനെ GK പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിനൊന്നും ടൈം കിട്ടിയിട്ടില്ല.
പക്ഷെ ഞാൻ UP പഠിക്കുന്ന സമയത്ത് GK കോൺസ്റ്റിറ്റ്യൂഷൻ റിനൈസൻസ് എല്ലാം തറോ ആയതുകൊണ്ട് ആ ഒരു ഓർമ്മ നല്ലോണം ഉണ്ടായിനി. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. അങ്ങനെ GK പഠിച്ചിട്ടു. കൂടുതൽ ഞാൻ സബ്ജക്റ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. പിന്നെ എക്സാം നല്ല ടഫ് തന്നെ ഉണ്ടായത്. അതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ പിന്നെ നോക്കിയിട്ടുണ്ടായില്ല. ഓൺലൈൻ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ വീട്ടിൽ വന്ന് അങ്ങനെ നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. ഇത്രയാണ് എന്റെ എക്സ്പീരിയൻസ്. അപ്പോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. പിന്നെ ഇനി ഇപ്രാവശ്യത്തെ എക്സാം ചിലപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് വരാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം മാത്രം അവരൊരു മാറ്റം വരുത്തിയതാണ്. എന്നാലും എക്സാം ടഫ് ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് എല്ലാം വരുന്നത് കൊണ്ട് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ നല്ലോണം തറവായി പഠിക്കണം. 4 ഓപ്ഷൻ വന്നാൽ സാധാരണ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇതിപ്പോ സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ എല്ലാം വായിച്ചിട്ടാകുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ നല്ല തറവായി പഠിച്ചവർക്ക് മാത്രമേ കിട്ടൂലൂ. ഇത്രയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഹലോ മാം, കേൾക്കുന്നില്ലേ? കേൾക്കാം ശ്രുതി, കേൾക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ശ്രുതിയോട് ചോദിക്കാവുന്നതാണ്. പെട്ടെന്ന് ശ്രുതിനെ വിടേണ്ടതാണ്. അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മാം കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതിനിടയിൽ ഈ സിലബസ് എല്ലാം കംപ്ലീറ്റ് ആക്കുന്നത് പോസിബിൾ ആണോ? വർക്ക് ചെയ്യുന്ന സമയം ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടെന്നാ? വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച്, അതായത് വൈകുന്നേരം മാത്രമല്ലേ ടൈം കിട്ടുള്ളൂ. എന്നാലും നല്ലൊരു ടൈം ടേബിൾ ആക്കുക. ഇപ്പം ഈ ടോസിന്റെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഓരോ ദിവസം ഇത്ര വീഡിയോസ് ഇടുമല്ലോ, കണ്ടു തീർക്കാൻ ശ്രമിക്കുക. അന്നന്ന് ഇടുന്നത് അത് ടൈം എടുത്തിട്ടാണെങ്കിലും അത് അന്നെ അത് കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ അവര് ആ ടൈം ആകുമ്പോൾ അത് തീർത്ത് കഴിഞ്ഞാൽ റിവിഷനെല്ലാം ടൈം കിട്ടും. പക്ഷെ നമ്മൾ അത് ബാക്കി വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ കാണാണ്ട് നാളത്തേക്കെല്ലാം വെച്ച് കഴിഞ്ഞ് പെൻഡിങ് ആയാൽ പിന്നെ നമുക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമുക്ക് ടെൻഷൻ ആവും. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി രാത്രി ഇരുന്നിട്ടാണെങ്കിൽ അന്നന്നത്തെ വീഡിയോ കറക്റ്റ് കണ്ട് നോട്ട് ചെയ്തു, അതില് പ്രശ്നമില്ല. പിന്നെ ആ ഇരിക്കുന്ന ടൈമിൽ കറക്റ്റായി ഇരുന്നാല് പറ്റുമായിരിക്കും. പക്ഷെ എനിക്ക് പിന്നെ വർക്ക് ചെയ്യാണ്ട് ഇരിക്കുന്നവർക്ക് കുറെ ടൈം കിട്ടുമല്ലോ, അവരുമായിട്ടല്ലേ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ഇവർക്ക് വേണ്ടി വരും. താങ്ക് യു. കേൾക്കാവുന്നുണ്ടേ? ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. PYQ നെറ്റിന്റെ അത്ര ടഫ് ഒന്നും, ഓർഗാനിക് ഒന്നും നെറ്റിന്റെ അത്ര ടഫ് ക്വസ്റ്റ്യൻ ഇതിൽ വരലില്ല. ഞാൻ പിന്നെ കൂടുതലും ഫിസിക്കലും ഇനോർഗാനിക് കോർഡിനേഷൻ അതെല്ലാമാണ് കൂടുതലും നോക്കിയത്. ഓർഗാനിക് അങ്ങനെ കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത്, കാരണം അതിൽ റിയാക്ഷൻസ് എല്ലാം വരുമ്പോൾ ഡൗട്ട് ആവുന്നതുകൊണ്ട് ഞാൻ കൂടുതലും ഫിസിക്കലും ഇനോർഗാനിക്കും ആണ് ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ടായത്. നമ്മൾ സെറ്റിന് പ്രിപ്പയർ ചെയ്താൽ ഡെറ്റിൽ തന്നെ HSSTക്ക് പ്രിപ്പയർ ചെയ്താൽ മതിയോ സബ്ജക്ട്? സെറ്റിന്റെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റിന്റെ ആ ഒരു സിലബസ് കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ PYQ കൂടെ അതിന്റെ കൂടെ നോക്കിയാൽ മതി. പക്ഷെ ഇപ്പൊ എക്സാം കൂടുതൽ ടഫായി വരുന്നത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ നെറ്റിന്റെ ലെവലിലേക്കെല്ലാം പോവോന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കൂടുതലും കുറച്ചും കൂടെ നോക്കേണ്ടി വരുന്ന തോന്നുന്നത്. NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിരുന്നോ? അത് നോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നോ മിസ്? NCERT എന്ന് പറയുമ്പോൾ +1 +2 ടെക്സ്റ്റ് ആണ്. +2 അതെ അതെ. +1 +2 അതിന് ക്വസ്റ്റ്യൻ ഓക്കെ. അതിന് അങ്ങനെ നമ്മള് റെഫർ ചെയ്തിട്ട് നമ്മള് ഷോർട്ട് നോട്ട്സ് അങ്ങനെ മിസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ?
ഇല്ലില്ല അതിനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായില്ല. ഞാൻ പൊതുവേ +1 +2 അങ്ങനെ ട്യൂഷനൊന്നും ക്ലാസ് എടുത്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ അതും നോട്ടാക്കാൻ എനിക്ക് ടൈം കിട്ടിയില്ല. ഞാൻ പിന്നെ കൂടുതലും ഈ ക്ലാസ് കാണും. ആ ഏകദേശം എല്ലാം അതിലെന്നെ മിസ്സിന്റെ ക്ലാസ്സിൽ തന്നെ ഏകദേശം എല്ലാം കവർ ആവുന്നുണ്ടായിരുന്നു. പിന്നെ എന്റെ സെറ്റിന്റെ നോട്ട് അതിന്റെ കൂടെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നെറ്റ് ഞാൻ PG കഴിഞ്ഞ ടൈമിൽ നെറ്റിന് 1 വർഷം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ മിസ്സേ, നോട്ടും ഡിസ്പ്ലേ എന്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഒഴിവാക്കുകയാണെങ്കിൽ അപ്പൊ എല്ലാം ഈ ഒരു ബ്ലാക്ക് ഓരോന്ന് ആയിരിക്കും പഠിക്കുമ്പം നമുക്ക് ആ കാണാൻ നോട്ടും കൂടെ പറ്റുള്ളൂ. വെച്ചിട്ടാണ് ഞാൻ, അതായത് പരമാവധി ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കവർ ആവുന്ന വിധത്തിൽ എല്ലാ പോയിന്റ്സും വെച്ചിട്ടാണ് ഞാൻ നോട്ട് ഉണ്ടാക്കിയത്. അതിന്റെ അപ്പുറം വേറെ ഒന്നും ഉണ്ടാവില്ല, അതിൽ നിന്നെല്ലാം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ചാപ്റ്റർ അങ്ങനെ ആക്കി വെച്ചത് കൊണ്ട് തന്നെ പിന്നെ ലാസ്റ്റ് നോട്ട് മാത്രം വായിച്ചാൽ മതി എന്നുള്ളൊരു ഇതുണ്ടായി. അപ്പൊ നിങ്ങൾക്ക് ഒരു വർഷത്തോളം ടൈം ഉണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ ഓരോ സിലബസ് ആദ്യം എടുത്തു വെക്കുക. സിലബസ് ശ്രുതി ഓഫ്ലൈൻ ആയോ? മാം എന്നാ പറഞ്ഞത്? കേട്ടിട്ടില്ല, ക്ലിയർ ആയിട്ടില്ല. അല്ല, ഓഫ്ലൈൻ ആയോ എന്ന് കഴിഞ്ഞോ ശ്രുതി? ഓക്കെ. ജനറൽ പേപ്പർ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ജനറൽ പേപ്പർ പഠിക്കാൻ ഡിഗ്രി ലെവലാണ് പ്രിപ്പയർ ചെയ്തതെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അതിനൊന്ന് പറയണേ. ജനറൽ പേപ്പർ ഞാൻ ഡിഗ്രി UP പഠിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ ഡിഗ്രി ലെവൽ എക്സാമും നോക്കുന്നുണ്ടായിരുന്നു. അപ്പം UP മലയാളത്തിലാണ് ജനറൽ പേപ്പർ ഉണ്ടാവില്ലേ, പക്ഷെ ഡിഗ്രി ലെവലിൽ ഇംഗ്ലീഷിനില്ല. അപ്പൊ ഞാൻ അത് രണ്ടും UP ടൈമിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഡിഗ്രി ലെവല് അതായത് HSSTക്ക് പഠിക്കുമ്പോൾ കുറച്ച് ഡിഗ്രി ലെവൽ തന്നെ പഠിക്കണം. സാധാരണ നമ്മൾ LD ക്ലർക്കിന്റെയും UPന്റെയും ഒന്നും പഠിച്ചാൽ പോരാ, കുറച്ച് ഹയർ ലെവൽ തന്നെ വേണം GK പഠിക്കുമ്പോൾ. ഇപ്പൊ നമ്മൾ HSSTക്ക് ചോദിച്ചതെല്ലാം നല്ല ഹൈ ലെവലാണ് ഉണ്ടായത്. GK പഠിക്കുമ്പോ ഇപ്പൊ ടോസില് ഒരു സാർ എടുക്കുന്നില്ലേ, അപ്പൊ അത് ഇതുവരെ പഠിക്കാത്തവരാണ്, GK നെ കുറിച്ച് വലിയ ധാരണയില്ലാത്തവരാണെങ്കിൽ ആ ക്ലാസ് കറക്റ്റ് കണ്ട് നോട്ടിൽ എഴുതി വെച്ചാൽ മതി. അത് ഡിഗ്രി ലെവൽ ക്ലാസ് തന്നെയല്ലേ തരുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാമേ. മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കണേ. ഇതിലിപ്പോ നീറ്റ് JEE എക്സാമിന്റെ ക്വസ്റ്റ്യൻ നോക്കിനോ ചോദിക്കുന്നുണ്ട്. ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ അതിനൊന്നും ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻ നോക്കിയില്ല. കൂടുതലും HSSTന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും പിന്നെ സെറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അങ്ങനെ നോക്കിയിട്ടു. വേറെ എന്തെങ്കിലും ചോദിക്കാനെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ശ്രുതിനെ ലെഫ്റ്റ് ആക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമുക്ക് അപ്പൊ അടുത്ത വിന്നറിലേക്ക് പോകാമോ? താങ്ക് യു ശ്രുതി. വാല്യുബിൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രുതിയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ നെക്സ്റ്റ് പ്രിപ്പറേഷനിൽ മുതൽക്കൂട്ടാക്കുക. അതുപോലെ തന്നെ ശ്രുതി ജോയിൻ ചെയ്ത പോലെ നിങ്ങൾക്കും എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ HSST എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് എത്രയും പെട്ടെന്ന് ജോലി കിട്ടാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തണം. നിങ്ങൾക്കിതൊരു എക്സ്പീരിയൻസ് ഷെയറിങ്ങിനേക്കാൾ ഉപരി നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആവണം ശ്രുതിയുടെ ഒരു അച്ചീവ്മെന്റ്.
അപ്പൊ എനിവേസ് കൺഗ്രാറ്റുലേഷൻസ് അഗെയിൻ ശ്രുതി ആൻഡ് താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ വാല്യുബിൾ എക്സ്പീരിയൻസ്. ഓക്കെ മാം, എനിക്ക് പിന്നെ ദിവ്യ മിസ്സിനോട് പ്രത്യേകം താങ്ക്സ് പറയാനുണ്ട്. കാരണം മിസ് ഇപ്പൊ ഏത് ടഫ് ടോപ്പിക്കാ എടുക്കുന്നുണ്ടെങ്കിലും മിസ്സിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളാണ്. അതാ ഞാനിപ്പോ യൂട്യൂബിലെല്ലാം വരെ ക്ലാസ്സിലെല്ലാം ഇടയ്ക്ക് നോക്കുന്നുണ്ടെങ്കിൽ കൂടി മിസ് ഏത് ചാപ്റ്റർ എടുത്താലും പെട്ടെന്ന് അത് മനസ്സിലാവും. സിമ്പിളായിട്ട് എത്ര ടഫ് ടോപ്പിക്കാണെന്ന് ഓർഗാനിക് ആണെങ്കിലും അത് മിസ്സിന്റെ ആ ഒരു ക്ലാസ്സിന്റെ ശൈലിയും ആ വീഡിയോ കാണാൻ തന്നെ ബാക്കിയുള്ള ക്ലാസ് കാണുമ്പോൾ ഒരു മടുപ്പ് വരലുണ്ട്. പക്ഷെ മിസ്സിന്റെ ആ ഒരു പറയുന്ന ആ ഒരു പ്രൊണൗൺസിയേഷനും കാര്യങ്ങളും ബോറടിക്കാണ്ട് ക്ലാസ് കാണാൻ പറ്റലുണ്ട്. എനിക്ക് ആ പഠിക്കാനുള്ള ഒരു മൂഡ് തന്നെ കിട്ടിയത് മിസ്സിന്റെ ക്ലാസ് കണ്ട ശേഷമാണ്. അതുകൊണ്ട് മിസ്സിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. താങ്ക് യു ശ്രുതി. ക്ലാസ് നമ്മള് അത്രയും പേർക്ക് ഒരേ ക്ലാസ് ആണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഹാർഡ് വർക്കും നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ടും തന്നെയാണ് നിങ്ങളുടെ റിസൾട്ടിന്റെ കാര്യം. നമ്മൾ തന്ന ക്ലാസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ശ്രുതി അത് നന്നായിട്ട്, ജോലി ഉണ്ടായിട്ട് പോലും ശ്രുതി അത് നന്നായിട്ട് ഉപയോഗിച്ചു. കാരണം ശ്രുതിയുടെ ആവശ്യമായിരുന്നു. നമ്മൾ ഒരു ബാച്ചിലേക്ക് 100 കുട്ടികൾ വരുമ്പോഴും 100 പേർക്കും നമ്മൾ ഒരേ ക്ലാസ് കൊടുക്കുന്നു. അപ്പൊ ആ ക്ലാസ് ഒരാൾ എങ്ങനെ അത് ഉപയോഗപ്പെടുത്തി, അവരുടെ ടൈം ലിമിറ്റേഷൻ ഉണ്ടായിട്ടും ശ്രുതിക്ക് കുഞ്ഞുണ്ട്, ജോലിയുണ്ട്. അപ്പൊ ജോലി ചെയ്യുന്നതും അധ്യാപക ജോലി തന്നെയായിരുന്നു. അപ്പം എന്തോരം ടൈറ്റ് ഷെഡ്യൂളാണ് ആൾക്കുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. സ്റ്റഡി പ്ലാനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. യാത്ര ചെയ്ത് പോകണം, അങ്ങനെ എല്ലാ കാര്യങ്ങളുടെ ഇടയിലും ശ്രുതി ഇത്രയും ടഫായിട്ടുള്ള ലാസ്റ്റ് വരുന്ന എക്സാം എളുപ്പമൊന്നും അല്ലായിരുന്നു. അത്രയും ടഫായിട്ടുള്ള എക്സാമിൽ റാങ്ക് ലിസ്റ്റ് നേടി ജോലി വാങ്ങിയെങ്കിൽ ശ്രുതിയുടെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും തന്നെയാണ് റിസൾട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ശ്രുതി തന്നെയാണ് 100% ശ്രുതിയുടെ ഹാർഡ് വർക്കാണ് ശ്രുതിയുടെ ഈ റിസൾട്ട്. ഓക്കെ, താങ്ക് യു ശ്രുതി. താങ്ക് യു മാം. ലാസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ഇവര് ടോസ് ഇടുന്ന എക്സാംസ് നിങ്ങൾ ആ കറക്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ലീഡർ ബോർഡൊക്കെ ഇടുമ്പോൾ അത് ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷനാണ്. അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പേര് വരുമ്പോൾ ആദ്യം ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിട്ടില്ല. പിന്നെ അതിൽ എൻ്റെ പേര് സെക്കൻഡിലും തേർഡിലെല്ലാം വരുമ്പോൾ പിന്നെ നമുക്കൊരു വാശി വരും, അതായത് അതിൽ പേര് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ചില സമയത്ത് എക്സാമിന്റെ ടൈമും കാണാൻ ദിവസം ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഭയങ്കര ടെൻഷനാണ്. അപ്പൊ ഞാൻ കുറെ പ്രാവശ്യം അത് ഓപ്പൺ ചെയ്യോ, എക്സാം ഓപ്പൺ ചെയ്യോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പൊ നമ്മൾ ആ പഠിച്ചിട്ട് ആദ്യത്തെ 3 പൊസിഷനിൽ വന്നാൽ നമുക്ക് പിറ്റേ ദിവസം പിറ്റേത്തെ എക്സാമിനും അതിൽ വരാൻ വേണ്ടി നമുക്കൊരു അത് നമ്മൾ പിന്നെ ചെയ്യാന്ന് പറഞ്ഞ് വെക്കാൻ പാടില്ല. അത് ആ കറക്റ്റ് ടൈമിൽ തന്നെ ആ എക്സാം അറ്റൻഡ് ചെയ്താൽ നമുക്ക് നമ്മളെ ആ പേര് ആ മുന്നിൽ കാണുമ്പോൾ നമുക്കൊരു അഭിമാനമായിരിക്കും. അത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പഠിക്കാൻ നല്ലൊരു മോട്ടിവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങളും അതുപോലെ കൃത്യ ടൈമിൽ തന്നെ എക്സാമെല്ലാം അറ്റൻഡ് ചെയ്താൽ, അതായത് നമുക്ക് കുറെ പഠിച്ചു കഴിയുമ്പോൾ ഒരു മടുപ്പ് വരും. ഇപ്പൊ നമ്മളെ എക്സാമിന്റെ സമയത്ത് ഒരു വർഷത്തോളം നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാം വെക്കുന്നേ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളെല്ലാം കംപ്ലൈന്റ് കൊടുത്ത് PSCക്ക് മെയിലെല്ലാം അയച്ചിട്ടാണ് എക്സാമിന്റെ ഡേറ്റ് ആക്കിയത്. അവര് ഒരു വർഷത്തിലധികം ഒരു എക്സാം ഡേറ്റ് നീട്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ ആൾക്കാരെല്ലാം മടുപ്പ് വന്നിട്ട് നിർത്തി പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ ഇതുപോലത്തെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ് ലീഡർ ബോർഡെല്ലാം കാണുമ്പോൾ. അപ്പൊ അതുപോലെ പേരെല്ലാം വരണം എന്നെല്ലാം അങ്ങനെ ചിന്തിച്ച് പഠിക്കണം. അല്ല എക്സാം നാളെ ചെയ്യാം അങ്ങനെ പറഞ്ഞു വെക്കാണ്ട് ആ പറയുന്ന ടൈമിൽ തന്നെ ക്ലാസ് കണ്ട് അന്നേരം തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഓക്കെ, എല്ലാവർക്കും താങ്ക്സ്. താങ്ക് യു ശ്രുതി. ഓക്കെ മാം, അപ്പൊ ഞാൻ ലെഫ്റ്റ് ആവുന്നേ. ഓക്കെ, ശരിയാണ്. ശരി, ഫഹ്മിത ലൈനിലുണ്ടോ? ഫഹ്മിത ഞാൻ ലൈനിലുണ്ട്. ഫഹ്മിത നമ്മുടെ CSIR നെറ്റ് ഹോൾഡർ ആണ്. അപ്പോ ഫഹ്മിത ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഫഹ്മിത നല്ലൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ട് തന്നെയാണ് CSIR ക്വാളിഫൈ ചെയ്തത്. CSIR നെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ അതിന്റെ ഡെപ്തും അതിന്റെ ഒരു ടഫ്നെസ്സും എത്രത്തോളം പ്രിപ്പറേഷൻ അതിന് വേണം, എത്രത്തോളം സബ്ജക്ട് നോളജ് വേണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ചുമ്മാതെ പോയി ഒന്ന് കറക്കി കുത്തിയാൽ നെറ്റ് കിട്ടില്ല. ആ നെഗറ്റീവ് ഉള്ള എക്സാം ആണ്. അതും സ്റ്റേറ്റ്മെന്റ് ലൈക്ക് ചോദ്യങ്ങളും ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളും ഒക്കെ വരുന്ന ഒരു എക്സാം ആണ് CSIR എക്സാം. ഒരു ലക്കിന്റെ പുറത്ത് ഒരിക്കലും കിട്ടുന്ന എക്സാം അല്ല CSIR. അത് ഞാൻ 100% പറയാം. ഇവിടെ ഹാർഡ് വർക്ക് തന്നെയാണ് റിസൾട്ട് ആയിട്ട് മാറുന്നത്. ഒരു ലക്കും കാര്യങ്ങളും ഒന്നുമല്ല. ആ ഹാർഡ് വർക്ക് ആണ്
കാരണം സെക്ഷൻ ബി ചെയ്താലും സെക്ഷൻ സി ചെയ്താലും എല്ലാം അതിലെ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സെക്ഷൻ ബി എടുത്താലും സെക്ഷൻ സി എടുത്താലും സബ്ജക്ട് നോളജ് സബ്ജക്റ്റിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. 2 മാർക്കിന്റെ ചോദ്യം വന്നാലും 4 മാർക്കിന്റെ ചോദ്യം വന്നാലും ഒരിക്കലും സെക്ഷൻ ബിയിൽ വരുന്നത് എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. അത് ചുമ്മാ നമുക്ക് കറക്കി കുത്താമെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാം അവിടെ സബ്ജക്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ആ ഒരു നെറ്റ് ക്വാളിഫൈ ചെയ്ത ഫഹ്മിദ സബ്ജക്ട് നോളജ് നന്നായിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ അത്രയും ഡെപ്തില് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ക്വാളിഫൈ ചെയ്ത ഒരാളാണ് ഫഹ്മിദ. അപ്പൊ ഫഹ്മിദ എങ്ങനെയാണ് സബ്ജക്ട് പ്രിപ്പയർ ചെയ്തത് എന്നുള്ളത് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ഫഹ്മിദ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫഹ്മിദ ഞാൻ എന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാന്ന് ചോദിച്ചാല് ഞാൻ 2019 PG പാസ് ഔട്ട് ആവുന്നത്. അപ്പോ ആ സമയത്ത് PG ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയത്തും സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും നമ്മളെല്ലാരും PG സ്റ്റുഡൻസ് എഴുതുന്ന പോലെ ഞാൻ സമയത്ത് നെറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊട്ടും പ്രിപ്പയർ ചെയ്യാതെ എല്ലാവരും ക്ലാസ്സിലെല്ലാവരും അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ ടീച്ചേഴ്സ് നമ്മുടെ അടുത്ത് വന്ന് നെറ്റിന് കൊടുക്കാൻ പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ എല്ലാവരും കൊടുക്കുന്നതിൽ ഞാനും കൊടുത്തേക്കാം എന്നുള്ള രീതിയിലാണ് അന്നൊക്കെ പോയി എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് നെറ്റ് ക്രാക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ക്ലാസ് അല്ലെങ്കിൽ എക്സാം നമ്മൾ സെം എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പോയിട്ട് അല്ലാതെ നെറ്റ് എക്സാമിനുള്ള ഒരു പ്രിപ്പറേഷൻ ഒന്നും അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ടോസ് തന്നെയാണ് ഞാൻ HSSTന്റെ കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ HSST 2023 HSSTയുടെ എക്സാം നടന്നുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എന്റെ PG കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ ഒരു തവണയായിട്ട് പിന്നെ നെറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ നെറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല, കാരണം കാര്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നെറ്റ് എക്സാം അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. HSSTക്ക് നമ്മൾ സബ്ജക്ട് നെറ്റിന്റെ പോലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ലെവലില് നല്ലോണം സബ്ജക്ട് നോളജ് വേണ്ട ഒരു എക്സാം ആണല്ലോ HSSTയുടെ. അപ്പൊ ആ സമയത്താണ് സബ്ജക്ട് കുറച്ചും കൂടെ അറിഞ്ഞ് ഡീപ്പായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ എനിക്ക് കുറച്ചൊക്കെ സബ്ജക്ട് നോളജ് അല്ലെ സബ്ജക്ട് നോളജ് ഉണ്ടെന്നല്ല, കുറച്ചൊക്കെ സബ്ജക്റ്റിനോടായിട്ട് ഒന്ന് മിങ്കിളായപ്പോ ഇനി ഒന്ന് നെറ്റ് എഴുതി നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ HSST എക്സാം കഴിഞ്ഞ ഉടനെയുള്ള നെറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മുന്നൊക്കെ നെറ്റ് എഴുതിയതിനെക്കാട്ടും കുറച്ചും കൂടെ ഒക്കെ എന്നെ കൊണ്ട് ഇത് പറ്റും, എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കൂടുതൽ കോൺഫിഡൻസ് ഒക്കെ വന്നു. അപ്പൊ പിന്നെ ഞാന് സമയത്ത് നമ്മള് ഓഫ്ലൈൻ ആയിട്ട് പോയിട്ടൊരു കോച്ചിങ് എടുക്കണ അങ്ങനെ ഒരു ഞാൻ വർക്കിംഗും ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് സാധിക്കാത്തതുകൊണ്ട് ഞാൻ ആ സമയത്താണ് ടോസിന്റെ ഓൺലൈൻ കോച്ചിങ് കാണുന്നത് നെറ്റിന്റെ. അപ്പൊ ഞാൻ ടോസ് തന്നെയാണ് സെറ്റിന് കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നതും അതേപോലെ HSSTക്ക് കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നതും. അപ്പൊ എനിക്ക് ടോസിന്റെ ക്ലാസ്സിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതേപോലെ ശ്രുതി പറഞ്ഞ പോലെ ദിവ്യ മിസ്സിന്റെ ക്ലാസ് വേറെ യൂട്യൂബിലേക്ക് എന്ത് നമ്മൾ ക്ലാസ് കണ്ടാലും ചിലപ്പോൾ നമുക്ക് വലിച്ചു വാരി പറഞ്ഞ് നമുക്ക് ഭയങ്കര ബോറിംഗ് ആയി തോന്നുന്നു സബ്ജക്ട്. പക്ഷെ ടീച്ചർ മിസ് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് എന്തോ ആ സബ്ജക്റ്റിനോട് എന്തോ ഒരു ഇഷ്ടമാണ്. ഒക്കെ പെട്ടെന്ന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടോപ്പിക് ആണെങ്കിലും പെട്ടെന്ന് നമ്മൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മിസ് അത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ അത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നെറ്റിന് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് എനിക്ക് കുറെ സമയം ഉണ്ടായിരുന്നില്ല. നമ്മള് ടീച്ചിങ് ഫീൽഡിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ വൈകുന്നേരങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ചെറിയ മോളാണുള്ളത്, 2.5 വയസ്സുള്ള. വീട്ടിൽ വന്നാലും തന്നെ അവളുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാനുണ്ടായതുകൊണ്ട് ഒരുപാട് സമയം, അതായത് സിലബസ് മുഴുവൻ കവർ ചെയ്ത് പഠിക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കവർ ചെയ്ത് പഠിച്ചാൽ ഇങ്ങനെ എത്തൂല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ചെയ്തൊരു ആ സമയത്ത് എനിക്ക് തോന്നിയത് ഞാൻ പ്രീവൈക്യൂ നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ ഏകദേശം വെയിറ്റേജ് കിട്ടുമല്ലോ. അതായത് ഏതൊക്കെ ടോപ്പിക്കിൽ എത്ര വെയിറ്റേജിനാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്, ഇത്ര ഒരു 10 വർഷത്തിന്റെ ഗ്യാപ്പിൽ ഏതൊക്കെ ടോപ്പിക്കിലാണ് കൂടുതൽ വെയിറ്റേജിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ വെയിറ്റേജിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അത് ഓരോ സെക്ഷനിലും, ഓർഗാനിക്കിലും ഇൻഓർഗാനിക്കിലും അതേപോലെ ഫിസിക്കലിലും 3ലും നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിൽ ഏത് ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ആ ചാപ്റ്റേഴ്സ് ഒന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. അതായത് കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സ് അതൊന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ചാപ്റ്റേഴ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. പക്ഷെ ഇപ്പൊ 3 ഫിസിക്കലിലും ഓർഗാനിക്കലിലും അതേപോലെ ഇൻഓർഗാനിക്കലാണെങ്കിലും അതിലെല്ലാ ചാപ്റ്റേഴ്സും ഒന്നും നമ്മളെ ടേസ്റ്റുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കില്ല. ചില ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് പഠിക്കാൻ
കുറഞ്ഞ സമയത്തിന് ഉള്ളിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും. കൂടുതൽ സമയം അതിൽ തന്നെ ഇരുന്ന് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആയിരിക്കും. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ചിലപ്പോൾ വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അപ്പൊ ഞാനിപ്പോ ഓർഗാനിക്കിന്റെ കേസിൽ, എന്റെ കേസിൽ ഞാൻ എടുത്ത ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാൽ, ഓർഗാനിക്കിന്റെ കേസിൽ റിയാക്ഷൻസിനൊക്കെ സ്ഥിരമായിട്ട് ഒരുപാട് വെയിറ്റേജിൽ ചോദിക്കുന്ന ഒരു ഏരിയയാണ് റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്, റിയേജൻസ് ഒക്കെ. അത് നമ്മൾ ഒരുപാട് സമയമെടുത്ത് പഠിക്കും വേണം. പഠിക്കുക മാത്രമല്ല അതിന് കൂടുതൽ റിവിഷനും നടത്തണം. കാരണം ഒരുപാട് നമുക്ക് പെട്ടെന്ന് മാറിപ്പോണ ഏരിയസ്, എന്റെ കേസിൽ അങ്ങനെ എനിക്ക് പെട്ടെന്ന് മാറിപ്പോകും റിയേജൻസിന്റെ കേസിലൊക്കെ. അപ്പൊ ഞാൻ അത് എന്നെ കൊണ്ട് എന്റെ ഒരു അവൈലബിലിറ്റി സമയത്തിൽ എനിക്കത് പഠിച്ചു തീരാൻ പറ്റൂല എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഏരിയ അല്ലെങ്കിൽ റിയേജൻസ് നോക്കാതെ, അപ്പൊ അതിനിപ്പോ എത്ര വെയിറ്റേജ് ആണോ വരുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിനൊരു 20 മാർക്കിനൊക്കെയാണ് ചോദിക്കണതെങ്കിൽ ഞാൻ ഇനോർഗാനിക്കെന്നോ ഫിസിക്കലിനോ ഈക്വൽ 20 മാർക്കിൽ വരുന്ന എളുപ്പമുള്ള 2 ടോപ്പ് ചാപ്റ്റേഴ്സ് എടുത്ത് പഠിക്കും. അപ്പൊ അതങ്ങനെ ബാലൻസ് ചെയ്ത് അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ടോപ്പിക്കും അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ഒക്കെ. അപ്പോ ഈ ടോസിലെ ക്ലാസ്സുകൾ വരുമ്പോ തന്നെ അങ്ങനെ പിക്ക് ചെയ്തിട്ടാണ് ഞാൻ അന്ന് കാണാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ ക്ലാസ്സും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് സിലബസിൽ ഞാൻ ഈ വെയിറ്റേജ് വെച്ച ക്ലാസ്സിൽ നിന്ന് ടോസ് വരുന്നതനുസരിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് സെലക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഞാൻ ഇനിയിപ്പോ ചില സ്കിപ്പ് ചെയ്ത ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ടോസിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഇടുന്ന സമയത്ത്, നമ്മൾ പ്രാക്ടീസ് സെക്ഷനൊക്കെ സമയത്ത് ചില റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണെന്നുണ്ടാവും കാണുമ്പോൾ ആ ടോപ്പിക് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടോപ്പിക് മാത്രം അങ്ങനെയൊക്കെ നോക്കി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു സ്റ്റഡി. എങ്ങനെ പഠിക്കണം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം. ഹലോ, ഫഹ്മിദ പറഞ്ഞോളൂ. റേഞ്ച് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഫഹ്മിദ കേൾക്കാമോ? കേൾക്കാം, ക്ലിയർ. കട്ടായി കട്ടായി പോകുന്നുണ്ട്. ഓക്കെ, കണ്ടിന്യൂ ചെയ്താ. ഇനി സംസാരിക്കാനില്ലേ? എവിടെ കോൾ എവിടെ കട്ടായതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, കുറെ മിസ്സായോ? ഇല്ല. അപ്പൊ ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഒക്കെ അങ്ങനെയാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്, വെയിറ്റേജ് വെച്ച് നോക്കിയിട്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ എക്സാം എഴുതുമ്പോഴൊക്കെ നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം, ഞാൻ പഠിച്ചത് ഏതൊക്കെ വന്നു അത് മാത്രം എനിക്ക് ഉറപ്പുള്ള മാത്രം അങ്ങനെ അറ്റൻഡ് ചെയ്യാന്നൊക്കെ ആയിരുന്നു ഞാൻ ആദ്യം ചെയ്തൊരു രീതി. പിന്നെ അറ്റൻഡ് ചെയ്തപ്പോ എനിക്ക് തോന്നി അങ്ങനെ വെറുതെ അറ്റൻഡ് ചെയ്താൽ ചിലപ്പോൾ നമ്മളൊരു 100-90 മാർക്കിനുള്ളത് ഒരു എങ്ങനെയാണെങ്കിലും കെമിസ്ട്രീന്റെ കെമിക്കൽ സയൻസിന്റെ എക്സാമിന് ഒരു 120-ന്റെ 110-120-ന്റെ ഗ്യാപ്പിലാണ് കട്ട് ഓഫ് വരാറുള്ളത്, നെറ്റിനാണെങ്കിലും JRF-നാണെങ്കിലും. അപ്പൊ നമ്മൾ എനിക്ക് അറിയണത് മാത്രം ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 90-ന്റെ താഴെ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് ടോട്ടൽ സ്കോർ ഉണ്ടാവും. എനിക്ക് ആ റേഞ്ചിലേ എത്താൻ പറ്റൂല. അപ്പോ ഷുവർ ആൻസേഴ്സ് മാത്രം ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സ്ട്രാറ്റജി എങ്ങനെയാന്ന് വെച്ചാല്, ഞാൻ ഷുവർ ആയിട്ടുള്ളത്, അതായത് ഒറ്റ വായനയിൽ എ പാർട്ട് പിന്നെ നമ്മള് ജനറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അല്ല ബി പാർട്ടും സബ്ജക്ട് ക്വസ്റ്റ്യൻസ് വയ്ക്കുന്ന ബി പാർട്ട് ആണെങ്കിലും സി പാർട്ട് ആണെങ്കിലും ആദ്യം ഞാൻ ഒറ്റ വായനയിൽ എനിക്ക് ഷുവർ ആയിട്ടുള്ള ഇത് മാത്രം ഞാനൊന്ന് അറ്റൻഡ് ചെയ്തു പോകും. പിന്നെ ഞാൻ രണ്ടാമത്തെ വായന എനിക്കൊന്ന് ഗസ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ, ഗസ് ചെയ്തെന്ന് പറഞ്ഞ ഒരു റഫ് ഗസ് അല്ല, നമ്മളെ കയ്യിലുള്ള നോളജ് വെച്ചിട്ട് നമുക്കൊരു ഗസ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് ഞാനൊന്ന് മാർക്ക് ചെയ്തിടും. നമ്മുടെ ഓൺലൈൻ ടെസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അതിൽ മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, പ്രിവ്യൂ ചെയ്യാനുള്ള. അപ്പൊ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് പിന്നെ രണ്ടാമത്തെ വായനയിൽ നമ്മുടെ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് തിരിച്ചു വന്നിട്ട് ഗസ് ചെയ്തിട്ട് ഏകദേശം ഏത് ആൻസർ വരും എന്നുള്ള രീതിയിൽ അങ്ങനെ ഏകദേശം ഒരു 150 മാർക്കിന് ആൻസർ ചെയ്യണ രീതിയിൽ ഞാൻ അങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരുന്നത്. അപ്പൊ എങ്ങനെയാണെങ്കിൽ നമ്മൾ ഗസ് ചെയ്ത എല്ലാതൊന്നും തെറ്റൂല,
നമ്മൾ റഫ് ഗസ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം നമ്മളെ ഐഡിയ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ മുന്നേ ചെയ്ത PYQ വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഗസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മളെ എല്ലാ ഗസ് ചെയ്യുന്ന ആൻസേഴ്സും ഒന്നും തെറ്റിക്കൊള്ളുന്നില്ല. അപ്പോ ചിലതൊക്കെ നെഗറ്റീവ് മാർക്ക് വരും, എങ്കിലും നമുക്കൊരു ഏകദേശം ആ റേഞ്ചിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു 150 മാർക്കിന് അറ്റൻഡ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ എ പാർട്ടിലും രണ്ടിനും എക്കും ബിക്കും 2 മാർക്ക് വീതമാണ്. അപ്പോ നമ്മള് പിന്നെ ബി പാർട്ടിൽ ഇത്ര എണ്ണം അറ്റൻഡ് ചെയ്യണം എന്ന് ഞാനൊരു നമ്പർ ഇത്ര എണ്ണം അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു എക്സാമിന് അതായത് എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ തന്നെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ സി പാർട്ടിൽ ഇത്ര എണ്ണം അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോ അത് ബി പാർട്ടിൽ അത്ര എണ്ണം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു 1-2 ഒക്കെ എനിക്ക് ഇങ്ങനെ ഏറ്റവും ഗസ് പോലും ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാനത് എ പാർട്ടും ബി പാർട്ടും സെയിം മാർക്ക് ആയതുകൊണ്ട് തന്നെ അത് എ പാർട്ടിൽ ബാലൻസ് ചെയ്യാൻ നോക്കുക, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ അങ്ങനെയാണ് എന്റെ സ്റ്റഡി സ്ട്രാറ്റജിയും അതേപോലെ എക്സാം റൈറ്റിങ്ങിനും ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മിസ്സേ ഓക്കെ, വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് സിലബസ് അനാലിസിസിലേക്ക് പോവാം. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു ഫർമിത. നിങ്ങൾക്ക് ലെഫ്റ്റ് ആവുന്നതാണ് കേട്ടോ. വാല്യുബിൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഓക്കെ. അണിഗ്നാമിസെ സിലബസ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യോ? ആ മിസ്സേ ഞാൻ ചെയ്യാം. സ്ക്രീൻ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പം ആദ്യമേ എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ HSST ഒരു വിന്നേഴ്സ് മീറ്റ് ആണല്ലേ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വിന്നേഴ്സിനെ അവരുടെ വാല്യുബിൾ എക്സ്പീരിയൻസസും ഒക്കെ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്താണ്, സ്റ്റഡി സ്ട്രാറ്റജി എങ്ങനെയാണ് നമുക്ക് പോകേണ്ടത്, നമ്മളെങ്ങനെയാണ് നമ്മുടെ ഈ ഒരു HSST എക്സാമിനെ കാണേണ്ടത് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഞാനും HSST റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളായിരുന്നു, മെയിൻ ലിസ്റ്റിൽ തന്നെ. ഞാൻ PhD ചെയ്യുന്ന സമയത്തായിരുന്നു ആ ഒരു എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഞാൻ പിന്തുടർന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ പഠിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അന്നേരം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുമായിരുന്നേ. പക്ഷെ എന്നാൽ കൂടിയും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയായിരുന്നു. ആ സമയത്തുള്ള ക്വസ്റ്റ്യൻസ് വളരെ ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞങ്ങൾക്ക് മുമ്പേ നടന്ന എക്സാമിന് വന്നിട്ട്. അപ്പം നമ്മൾ ഓൾറെഡി വിചാരിക്കുന്നത് ആ ഒരു ടൈപ്പ് ആയിരിക്കും. അപ്പം നമ്മൾ ഒരു ഡിഗ്രി PG ആ ഒരു ലെവൽ മാത്രമേ നമ്മൾ, അതായത് നെറ്റ് മോഡലിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു ലെവലിലേക്ക് അപ്പം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ നെറ്റ് ക്വാളിഫൈ അല്ലായിരുന്നു. അപ്പം നമ്മൾ പിന്നെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേൾക്കാൻ പറ്റുന്നില്ലേ? ആ ഓക്കെ. അല്ല, മ്യൂട്ടാണ് എന്നുള്ളൊരു മെസ്സേജ് വന്നായിരുന്നു, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. അപ്പം ഞാൻ ആ ഒരു ലെവലിലേക്കല്ലായിരുന്നു നമ്മൾ ആ ഒരു HSSക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളെ ഒരു ഞെട്ടിച്ചുകൊണ്ടായിരുന്നു 2018 HSST വന്നിട്ടുണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ വർഷത്തിൽ നിന്നും കൂടുതൽ മാറ്റങ്ങളോടുകൂടി സ്റ്റാൻഡേർഡ് കൂടി ആ ഒരു നമ്മുടെ നെറ്റിന്റെ മോഡലിലേക്കായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്.
അപ്പം ഞാൻ എന്തോ ദൈവത്തിൻ്റെ സഹായം കൊണ്ടും നമ്മൾ പഠിച്ച കാര്യങ്ങൾ വൃത്തിയിൽ നമുക്ക് ആ ഒരു എക്സാം ഹാളിൽ അപ്ലൈ ചെയ്യാനും പറ്റുക എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ കുറേ പഠിക്കും, പക്ഷെ നമുക്ക് ആ ഒരു എക്സാം ടൈമിന് അല്ലേ നമുക്ക് അങ്ങോട്ട് ഫുൾഫിൽ ചെയ്ത് ചെയ്യാൻ പറ്റില്ല ചില സമയത്ത്. അതിന് മെയിൻ കാരണം വെച്ചാൽ നമ്മുടെ ടെൻഷനാണ്, സ്ട്രെസ്സാണ്. ടെൻഷന്റെ മേലെ നിൽക്കുമല്ലോ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ട്രെസ് ഉണ്ടായിരിക്കണം നമുക്ക് ആ ഒരു ടെൻഷൻ മീൻസ് കൂടുതലാവുന്നത്. യെസ്. അപ്പോൾ വളരെ സമചിത്തതയോടുകൂടി നമ്മൾ ആ ഒരു എക്സാം ആകെ ഒരു 90 മിനിറ്റാണ് നമ്മൾ എക്സാം വരുന്നത്. അപ്പോൾ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം തന്നെ നമുക്കറിയാം ഓരോ ക്വസ്റ്റ്യനും ഒരു 1 മിനിറ്റ് പോലും നമുക്കില്ല നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ചിന്തയും നമ്മൾ എന്ത് ടോപ്പിക്ക് പഠിക്കുമ്പോഴും നമ്മൾ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ വരും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് ഒരു മുൻകൂർ ധാരണ നമുക്ക് നിർബന്ധമായിട്ടും വരണം. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഏത് കോച്ചിങ് സെന്ററിലാണെങ്കിലും നിങ്ങളിപ്പോൾ ഏത് കോച്ചിങ് സെന്ററിൽ പോയി ജോയിൻ ചെയ്താലും അവിടുന്ന് തരുന്ന നോട്ട്സ്, അവിടുന്ന് തരുന്ന മെറ്റീരിയൽസ്, അല്ലെങ്കിൽ അവിടുന്ന് തരുന്ന വീഡിയോ ക്ലാസ്സസ് നമ്മളത് ഒന്നും നോക്കാതെ വിഴുങ്ങുക എന്നുള്ളതല്ല. നമ്മൾ വളരെ എല്ലാവരും മെച്യൂരിറ്റി എല്ലാ ഇതും കൈവരിച്ച ആൾക്കാരാണ്. അപ്പം നമ്മൾ എന്ത് ടോപ്പിക്ക് പഠിക്കുമ്പോഴും നമ്മുടെ എക്സാമിൻ്റെ ഹാള് നമ്മൾ കാണണം. ആ സമയത്ത് ഇത് അന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഈ ഭാഗത്ത് നീ ഇത്ര രീതിയിലൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം എന്നുള്ള ഇത് നല്ല രീതിക്ക്, അതാണ് ആക്ച്വലി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ചുമ്മാ പറയുന്ന മെറ്റീരിയൽസ് തരുന്ന അത് വായിച്ച് ബൈഹാർട്ട് ചെയ്തു അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് വളരെ നല്ല ധാരണ വേണം ഈ ഒരു കാര്യത്തെക്കുറിച്ച്. അതാണ് ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ബാക്കി എന്തായാലും നമുക്കറിയാലോ, നമ്മളിപ്പോൾ ഒരു കോച്ചിങ് സെന്ററിൽ ഒരു ക്യാഷൊക്കെ കൊടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനും ശ്രമിക്കാം. പൈസ ഒക്കെ കൊടുത്ത് ജോയിൻ ചെയ്തു എന്നതിലുപരി നമ്മൾ കൃത്യമായിട്ട് കൺസിസ്റ്റൻസിയാണ് ഇസ് ദ കീ ഓഫ് സക്സസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതേപോലെയാണ് നമ്മൾ കൺസിസ്റ്റൻസി നിർബന്ധമായിട്ടും വേണം. അപ്പം നിങ്ങൾ കുറേ പേര് പറയും ഞങ്ങൾ വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പം PhD ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഉണ്ടാവും ഒക്കെ അല്ലേ, എല്ലാവരും ഓരോരുത്തരുടെ സാഹചര്യം ഡിഫറെൻ്റ് ആണ്. പക്ഷെ നിങ്ങൾ ഒരു ദിവസം ഇത്ര സമയം ഞാനിതിന് മാറ്റിവെക്കുമെന്നും ആവശ്യം എൻ്റേതാണും എന്നും ഉള്ള ഉറച്ച ബോധത്തോടെ വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റും. ആക്ച്വലി ഞാൻ പഠിച്ചതിലുപരി എൻ്റെ ചിന്തകൾ ഇങ്ങനെയുള്ളായിരുന്നു ചിന്തകൾ ഉണ്ടായിരുന്നത്. ഈ ഒരു രീതിയിലാണ് നിങ്ങളും പോവേണ്ടത് എന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം നമ്മൾ ഏത് എക്സാം ആണെങ്കിലും, അത് നമ്മുടെ HSST ആണെങ്കിലും, ഇനിയിപ്പോൾ CSIR നമ്മൾ വിളിക്കുമ്പോൾ CSIR ആണെങ്കിലും, ഏത് എക്സാം നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ പിന്തുടരണം. പിന്നെ HSSTക്ക് പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. മെയിനായിട്ട് നമ്മൾ ഒരു നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു നോട്ട് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. എത്ര സ്റ്റഡി മെറ്റീരിയൽസ് തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ PYQs നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചാൽ, PYQസിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് തരുന്നത് ഞാൻ അത്ര പ്രിഫർ ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളത് ആ ഒരു സ്റ്റഡി മെറ്റീരിയലിൽ ആ PYQസിൻ്റെ നമ്മളെ റിസൾട്ട് മീൻസ് നമ്മൾ ആൻസർ അല്ലേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ അതല്ല കുട്ടിക്ക് കിട്ടേണ്ടതെന്ന് വെച്ചാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സുകളും എല്ലാം നമ്മൾ ആ വീഡിയോയിൽ പറയുന്നത് കുട്ടി കേട്ട് അത് അങ്ങനെ തന്നെ നമ്മൾ നോട്ടിലേക്ക് എഴുതി ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് അപ്പോഴാണ് നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കത് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ടീച്ചേഴ്സ് ഒരു വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ കുറേ എഫേർട്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. കുറച്ച് ബുക്സുകൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്സുകൾ നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്. പിന്നെയോ ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ കൂടി നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, അല്ലെങ്കിൽ നമ്മൾ ആരും ഒരു അൾട്ടിമേറ്റ് എല്ലാം അറിയുന്ന ആൾക്കാരല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളെ ഭാഗത്തുനിന്നും കൂടിയും ഒരു പേഴ്സണൽ എഫേർട്ട് ഈ ഒരു ഓരോ ടോപ്പിക്കും, ഏതാണോ ടോപ്പിക്ക് ആ ഒരു ടോപ്പിക്കിന് നമ്മൾ കൊടുക്കണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ടീച്ചർ തരുന്നത് ഇങ്ങനത്തെ വീഡിയോ ആണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ മെറ്റീരിയൽ ആണ്, ഇനി ഞാനൊന്നും നോക്കണ്ട എന്ന് പറയുന്നതിൽ കാര്യമില്ല. അങ്ങനെ നോക്കിയാൽ നമുക്ക് റിസൾട്ട് കിട്ടുകയില്ല. നമ്മൾ സ്വന്തമായിട്ട് തന്നെ പേഴ്സണൽ എഫേർട്ട് നല്ല രീതിക്ക് ഇടുകയും വേണം. അതിന് നല്ല സപ്പോർട്ടായിട്ട്, അല്ലെങ്കിൽ ഞങ്ങളൊരു സ്കഫോൾഡേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ പില്ലേഴ്സ് ആയിട്ട് നമ്മൾ ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും.
അങ്ങനെയാണ് നമുക്ക് ഉറപ്പ് തരാൻ പറ്റും. പിന്നെ മാക്സിമം MCQs നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. അത് എവിടെ നിന്ന് കിട്ടുകയാണെങ്കിലും അത് വിട്ട് കളയരുത്, ഏത് ടോപ്പിക് ആണെങ്കിലും. കാരണം നമ്മൾ 2018 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് 2023 വരുമ്പോഴത്തേക്കും ആ ക്വസ്റ്റ്യൻസിന്റെ ക്വാളിറ്റി ആണെങ്കിലും സ്റ്റാൻഡേർഡ് എല്ലാം കൂടി. അപ്പൊ നമ്മൾ ഈ വർഷം ഇനി വരാൻ പോകുന്ന HSSTയും ഈ കഴിഞ്ഞതിനും മേലെയാണ് എന്ന് മുന്നിൽ കണ്ടു വേണം നമ്മൾ പരീക്ഷയ്ക്ക് പോകാൻ, അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മൾ മൈൻഡിലേക്ക് വരേണ്ടത്. ആ രീതിയിലൊക്കെ ആലോചിച്ച് നമ്മൾ മൈൻഡ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഫുൾ സെറ്റായി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ ബാക്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ നമ്മൾ വീഡിയോ കാണുന്നു ഇത് എഴുതുന്നു എന്നുള്ള ഒരു നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മളൊരു വേറൊന്നും ആലോചിക്കാതെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ പോവുക എന്നുള്ളതല്ല. നമ്മൾ ചിന്തിക്കണം. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ PYQs നിർബന്ധമായിട്ട് നമ്മൾ നോക്കണം. അതിലുള്ള ഓരോ ഭാഗത്തു നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു സ്റ്റഡി സമയത്ത് ഞാൻ ഫോളോ ചെയ്ത കുറച്ച് കാര്യങ്ങൾ. ഇനി നമ്മൾ നമ്മുടെ HSST നമ്മുടെ കെമിസ്ട്രി സിലബസുമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ മൊഡ്യൂൾ 1 ഇനോർഗാനിക് കെമിസ്ട്രിയിലാണ് നമ്മളെ സിലബസ് തുടങ്ങുന്നത് അല്ലെ. അതിൽ തന്നെ നമ്മുടെ ബോണ്ടിങ്ങിന്റെ കാര്യങ്ങൾ കുറെ അല്ലെ, കെമിക്കൽ പീരിയോഡിസിറ്റി, നമ്മുടെ മെയിൻ ആയിട്ട് നമുക്കറിയുന്ന P ബ്ലോക്ക് എലിമെന്റ്സ്, S ബ്ലോക്ക്, D, F, അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെ നമുക്ക് പറയാനുണ്ട്. ഇതൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ഓരോ ലൈനുകളാണ്, പക്ഷെ ഇതിനുള്ളിൽ നമുക്കറിയാലേ ഒരുപടി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള +2 ലെവൽ മുതൽ നമ്മൾ തുടങ്ങണം. പിന്നെ ഇതൊരു MSc ബേസ്ഡ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ PG ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു CSIR നെറ്റിന്റെ ആ ഒരു ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുകയും വേണം. ഇതാണ് ഈ ഒരു എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ നോക്കിയിരിക്കണം. പിന്നെ നമ്മൾ ടോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, നമ്മൾ എല്ലാ PYQs സെഷൻ ചെയ്യുന്ന സമയത്തും വീഡിയോസിലും എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ HSSTക്ക് ആണെങ്കിലും നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് വേണ്ടി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. നമുക്ക് ഈ പറയുന്ന എല്ലാ ക്ലാസ്സസിലും നമ്മളിപ്പോൾ കഴിഞ്ഞതും ഇനി വരാനുള്ളതും എല്ലാ ക്ലാസ്സസിലും നമ്മൾ ആ രീതിയിലാണ് നമ്മളും എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇനോർഗാനിക് കെമിസ്ട്രി തന്നെ ആസിഡ് ബേസ് കെമിസ്ട്രിയിൽ നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ HSAB പ്രിൻസിപ്പിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ സൾഫർ നൈട്രജൻ കോമ്പൗണ്ട്സുകൾ, പിന്നെ മെയിനായിട്ട് നമ്മുടെ എക്സാമിന് ഇപ്പൊ ലാസ്റ്റ് എക്സാമിന് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ലാസ്റ്റ് എക്സാമിൽ അതിന്റെ മുന്നിലത്തെ എക്സാമിനും HSSTയുടെ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കണം. അത് നമ്മുടെ CSIR-നാണെങ്കിലും ശരി, നമ്മൾ HSSTക്ക് ആണെങ്കിലും ശരി, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം നമുക്കത് ദിവ്യ മിസ്സാണ് നമുക്ക് കൈകാര്യം ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ മിസ് നല്ല രീതിയിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും മിസ് പറഞ്ഞുതരും. ദെൻ നമുക്കിപ്പോൾ അടുത്തുള്ളത് കോറിലേഷൻ ഡയഗ്രാംസ് അല്ലെ. നമുക്കിപ്പോൾ പല മീൻസ് അതായത് D10-ഉം D9-ന്റെ അല്ലെങ്കിൽ D8-ന്റെ ഒക്കെ നമ്മൾ ഒക്ടാഹൈഡ്രലിലും ടെട്രാഹൈഡ്രലിലും ഒക്കെ ഫീൽഡിൽ എങ്ങനെയാണ് അതിന്റെ കോറിലേഷൻ ഡയഗ്രാംസ്, പിന്നെ ടേം സിംബൽസ്, ഇതൊക്കെ മിസ് ക്ലാസ് എടുക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പികൾ, അത് ഞാൻ കൈകാര്യം ചെയ്യുന്ന ടോപ്പിക്കാണ്. അതൊക്കെ നിങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയി നിന്നുകൊണ്ട് എല്ലാ സ്പെക്ട്രോസ്കോപ്പിയിലെ എല്ലാ സ്പെക്ട്രംസും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് എടുക്കുന്നതാണ്. പിന്നെ നമ്മളെ OMC ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സും ഇതേപോലെ തന്നെ കോർഡിനേഷന്റെ ഭാഗം പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അത് നമുക്ക് ടോസിൽ കൈകാര്യം ചെയ്യുന്നത് ദിവ്യ മിസ് ആണ്. മിസ് ഈ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് വളരെ വിശദമായിട്ട് തന്നെ ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ബയോഇനോർഗാനിക് കെമിസ്ട്രിയിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ അല്ലെ. അത് ഏറ്റവും വലിയ പ്രത്യേകത എന്താ ബയോഇനോർഗാനിക് കെമിസ്ട്രിന്റെ
നമുക്ക് പഠിച്ചാൽ അല്ലെ മാർക്ക് കിട്ടുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം, ക്ലാസ് എടുക്കാം, അത് ഞാൻ കൈകാര്യം ചെയ്യുന്നതാണ്. ദെൻ അടുത്തത് ന്യൂക്ലിയർ കെമിസ്ട്രി ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി ഉണ്ട്. ദെൻ നമുക്കിപ്പം ഇനോർഗാനിക് അഡ്വാൻസ്ഡ് മെറ്റീരിയൽസിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കത് എടുക്കാനുണ്ട്. അതിൽ നിന്നൊക്കെ ഇതുവരെ അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല കേട്ടോ, പക്ഷെ നമുക്കത് വിടാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നമുക്ക് ഇൻ ഡെപ്ത് ഈ പറയുന്ന അതായത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ കൂടിയും ഇൻ ഡെപ്തിൽ പോയിക്കില്ലെങ്കിലും പെരിഫറൽ ആയിട്ടെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം ക്വസ്റ്റ്യൻസിന്റെ ലെവല് നമ്മൾ ഒരിക്കലും താണെന്ന് പ്രതീക്ഷിക്കരുത്, എന്തായാലും കൂടുതലായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് അതായത് നമ്മുടെ മൊഡ്യൂൾ 3 വരെയുള്ള കാര്യങ്ങൾ. ബാക്കി മൊഡ്യൂൾസിനെ കുറിച്ച് നമുക്ക് ദിവ്യ മിസ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. മിസ്സേ, ദിവ്യ മിസ്സേ കേൾക്കാമോ? കേൾക്കാം മിസ്. ആ മിസ്സേ, ഇനി ബാക്കിയുള്ളത് മിസ് പറയാവുമല്ലോ അല്ലേ? ഓക്കെ മിസ്. ഓക്കെ. കാണാമോ? ആ മിസ്സേ കാണാം. മൊഡ്യൂൾ 4 ഓർഗാനിക് കെമിസ്ട്രി ആണ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് 8 മാർക്കിന്റെ ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഓർഗാനിക് കെമിസ്ട്രിയിൽ നോമൻക്ലേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റീരിയോ കെമിസ്ട്രി വരുന്നുണ്ട്, അതുപോലെ ഓർഗാനിക് റിയാക്ഷൻസിന്റെ കാര്യങ്ങൾ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, അരോമാറ്റിസിറ്റി, അതുപോലെ എല്ലാ മെക്കാനിസങ്ങളുടെയും എല്ലാ റിയാക്ഷന്റെയും മെക്കാനിസംസ്, SN1, SN2, SN1', SN2', SNI, ബെൻസൈൻ മെക്കാനിസം, ഇതെല്ലാം ഉണ്ട്. അതുപോലെ ഇന്റർമീഡിയറ്റ്സ്, അതുപോലെ നെറ്റിന് വരാറുള്ള CSIR നെറ്റിന്റെ സിലബസിൽ വരാറുള്ള റിയേജന്റുകളാണ് ട്രൈഫിനൈല്, ടെമ്പോ, ഡൈബെൻസോയിൽ പെറോക്സൈഡ്, NBS, ടിൻഹൈഡ്രൈഡ്, AIBN റാഡിക്കൽ, ഇതെല്ലാം തന്നെ നെറ്റിന് സ്ഥിരം വരുന്ന ഒരു ഏരിയ ആണ്, അത് വരുന്നുണ്ട്. പിന്നെ നെയിംഡ് റിയാക്ഷൻസ്, അതുപോലെ തന്നെ കപ്ലിംഗ് റിയാക്ഷൻസ്, ആൽക്കൈൻ കപ്ലിംഗ് റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കാം. അതിൽ തന്നെ സ്റ്റിലി കപ്ലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഹെക്ക് റിയാക്ഷൻ ഉണ്ട്. അങ്ങനെ കുറെ ഓർഗാനോ മെറ്റാലിക് കാറ്റലൈസ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ട്. അതുപോലെ മിസൻബോ, അതൊക്കെ CSIRന്റെ ഒരു പ്രിയപ്പെട്ട റിയാക്ഷൻസ് ആണ്, മിസൻബോ റിയാക്ഷൻ ഒക്കെ. അതെല്ലാം നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മൈക്കലെ അഡീഷൻ, റോബിൻസൺ അനിലേഷൻ, ഇതെല്ലാം തന്നെ ഒരു നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ തന്നെ എല്ലാം തന്നെ ഒരു നെറ്റ് ഓറിയന്റഡ് ആയിട്ട്, നെറ്റിന് വരുന്ന ക്വസ്റ്റ്യൻസിനെ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് പാർട്ടാണ് നിങ്ങളുടെ സിലബസിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഷാക്രോ, പെറ്റേഴ്സൺ, ജൂലിയ, ഇതെല്ലാം തന്നെ CSIRന്റെ ഒരു ഏരിയ, ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ, ലിൻലാസ് കാറ്റലിസ്റ്റ്, അതിന്റെ ഒരു സ്പെസിഫിക് റിയാക്ഷൻസ് ഉണ്ട്. ലൈക്ക് ഇന്ന റിയേജന്റ് യൂസ് ചെയ്യുമ്പോൾ സിസാൽക്കിൻ കിട്ടും, ഇന്നത് യൂസ് ചെയ്യുമ്പോൾ ട്രാൻസാൽക്കിൻ കിട്ടും. ഇതെല്ലാം CSIRന്റെ ഏരിയ ആണ്. അപ്പൊ CSIRന്റെ ക്വസ്റ്റ്യൻസ് ഓർഗാനിക് റിയാക്ഷൻസ് ചെയ്യുമ്പോൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ആ ഒരു രീതിയിലാണ് ആ സിലബസ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ റീഅറേഞ്ച്മെന്റ്സ് വരുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ വാഗ്നർ, മീർവിൻ, പെനക്കോൾഡ്, ഡീമൽസനോവ്, ഹോഫ്മാൻ, കർഷ്യസ്, സ്മിത്ത്, ഇതെല്ലാം എല്ലാ റീഅറേഞ്ച്മെന്റ്സും വരുന്നുണ്ട്. ദെൻ ഓക്സിഡേഷൻ റിഡക്ഷൻ, അവിടെയും ഞാൻ ഈ പറഞ്ഞ പോലെ സോഡിയം ബോറോഹൈഡ്രൈഡ്, ഇതെല്ലാം തന്നെ CSIRന്റെ റിയേജൻസ് ആണ്, അതെല്ലാം വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് LFER, ലൈക്ക് ലീനിയർ ഫ്രീ എനർജി റിലേഷൻസ്, ഹാമറ്റ് ഇക്വേഷൻ, സിഗ്നിഫിക്കൻസ് ഓഫ് സിഗ്മ ആൻഡ് റോ, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് റോ, ലോ ആൻഡ് ഹൈ റോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC അത് ഊന്നൽ കൊടുക്കുന്ന ഒരു ഏരിയ ആണ്, അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഹാമറ്റ് പ്ലോട്ട്, ടാഫ്റ്റ് ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ പ്രൈമറി, സെക്കൻഡറി, കൈനറ്റിക്, സോൾട്ട് എഫക്റ്റ്, ഇതെല്ലാം തന്നെ ചോദ്യങ്ങൾ വരാറുള്ളൊരു ഏരിയ ആണ്, അത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. പിന്നെ വന്നിട്ട് റെട്രോസിന്തറ്റിക് അനാലിസിസ് ആണ്, അതിൽ നിന്ന് അധികം ചോദ്യങ്ങൾ വന്നിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ ഗ്രബ്സ് കാറ്റലിസ്റ്റ്, അതിന്റെ ഒരു ഫോർമുല എന്താണ്, അത് ഒരു സൈക്ലിക് സ്ട്രക്ചർ ആണ്, അതിന്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കണം. മുമ്പോലോ കോൺസെപ്റ്റില് ഡൈത്തയേൻ, അതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ദെൻ ഈ പറഞ്ഞ കപ്ലിംഗ് റിയാക്ഷൻസ്, അത് മാത്സ് ഫോളോയിങ് ചോദിക്കാം. പിന്നെ ഓർഗാനോ മെറ്റാലിക് റിയേജൻസ് ഏതൊക്കെയാണ്,
പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പ് ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ അവിടെ എങ്ങനെയാണ് ഡീപ്രൊട്ടക്ഷൻ നടത്തുന്നത്, അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വന്നിട്ട് ഫോട്ടോ കെമിസ്ട്രി അതുപോലെ തന്നെ പെരിസൈക്ലിക് റിയാക്ഷൻസും ആണ് വരുന്നത്. അതിലും എല്ലാ നെയിംഡ് റിയാക്ഷൻസും ജബലോൺസ്കി ഡയഗ്രാം എല്ലാം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നാച്ചുറൽ പ്രോഡക്ട്സ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ന്യൂക്ലിക് ആസിഡ് എടുക്കുവാണെങ്കിൽ അതില് മറ്റേ ബേസ് പെയർസിന്റെ ഒക്കെ സ്ട്രക്ചേഴ്സ് അറിഞ്ഞിരിക്കണം. അഡിനിന്റെ സ്ട്രക്ചർ ഏത്, സൈറ്റോസിന്റെ സ്ട്രക്ചർ ഏത്, യുറാസില്, അത് PSC ചോദ്യങ്ങളായിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. ദെൻ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്നുള്ള ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടില്ല. പക്ഷെ അത് ഏത് ആസിഡ്, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഏതെങ്കിലും ഫാറ്റി ആസിഡ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടോ, അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അവിടെ നിന്ന് ചോദിക്കുന്നത് അങ്ങനത്തെ 1-to-1 ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്നൊക്കെ നമുക്ക് സ്റ്റെർപീൻ, സ്റ്റിറോയിഡ്, ആൽക്കലോയിഡ്സിൽ നിന്ന് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൽ നിന്നൊക്കെ സ്റ്റേറ്റ്മെന്റിലേക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഒരു പെർട്ടിക്കുലർ ഇപ്പൊ സ്റ്റിറോയിഡിൽ ഒരു കൊളസ്ട്രോൾ തന്നിട്ട് ആ സ്ട്രക്ചറിനെ കുറിച്ച് ചോദിക്കാം. മീത്തോക്സി ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഇത്ര ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് പറയാം. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരാം. അപ്പൊ നാച്ചുറൽ പ്രൊഡക്ട്സ് ആ ഒരു രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കോമ്പിനറ്റോറിയൽ ഓർഗാനിക് സിന്തസിസിൽ നിന്നും അധികമൊന്നും ചോദ്യങ്ങൾ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. ഡ്രഗ് ഡിസൈൻ നിങ്ങൾ കുറച്ച് ഊന്നൽ കൊടുക്കണം. ലൈക്ക് ആന്റഗോണിസ്റ്റ് എന്താണ്, LD50 എന്താണ്, LC50 എന്താണ്, അങ്ങനത്തെ വളരെ ഡയറക്റ്റ് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പോളിമറൈസേഷൻ, എഡ്മാൻ മെത്തേഡ്, പ്രോട്ടീൻ സീക്വൻസിങ്, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സീഗ്ലർ-നാട്ട കാറ്റലിസ്റ്റ്, അതിന്റെ ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഓർഗാനിക് കെമിസ്ട്രിയിൽ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്, മാസ് സ്പെക്ട്രോസ്കോപ്പി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ PG ക്ക് പഠിക്കുന്ന ഒരു രീതിയിലായിരിക്കരുത് സ്പെക്ട്രോസ്കോപ്പി ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കേണ്ടത്. അത് പ്രോബ്ലമാറ്റിക് ആയിട്ടാണ്, ആ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു പോവുക. ഇപ്പൊ ഡെപ്റ്റ് സ്പെക്ട്രോസ്കോപ്പി, അതില് 135 ഡിഗ്രിയിൽ ചെയ്യുമ്പോൾ ആ 135 തന്നെ നമുക്ക് ആൻസർ കിടപ്പുണ്ട്. 1CH 3CH3. ആ CH-ഉം CH3 മാത്രമേ സ്പെക്ട്രയിൽ വരത്തുള്ളൂ. CH5 എന്ന് ഒരു ഗ്രൂപ്പ് ഇല്ല, CH5 എന്നൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ല. അപ്പം 135 ഡെപ്റ്റ് 135 ഏതൊക്കെ സിഗ്നൽ അപ്വേർഡ് ആയിട്ട് കിട്ടുന്ന ചോദിച്ചാൽ 1ഉം 3ഉം, CH1 CH3, CH2 ഡൗൺവേർഡ് ആയിട്ട് കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ഷോർട്ട് കട്ട് ആയിട്ട് പഠിക്കാം. ഡെപ്റ്റ് 90 ഏതൊക്കെയാണ് വരുന്നത്, അപ്പൊ അതെല്ലാം നമുക്ക് ആ ഷോർട്ട് കട്ടിൽ പഠിക്കാം. അതിനിപ്പോ ഡെപ്റ്റ് എന്താണ്, ഡിസ്റ്റോർഷൻലെസ്, എൻഹാൻസ്ഡ്, അങ്ങനെ ഫേസ്, അങ്ങനെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ആ ഒരു ഡെപ്റ്റിന്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. അല്ലാതെ അതിനകത്തുനിന്ന് ഒരുപാട് നമ്മൾ MSCക്ക് പഠിച്ച പോലെ ഒരുപാട് പാരഗ്രാഫ് ആയിട്ടൊന്നും പഠിക്കേണ്ട. ആ ഡെപ്റ്റിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ആ ഡെപ്റ്റ് 45 ഏതൊക്കെ സിഗ്നൽ തരും, ഡെപ്റ്റ് 135 ഏതൊക്കെ തരും, ഡെപ്റ്റ് 90 ഏതൊക്കെ തരും, പിന്നെ അതിന്റെ ഒരു ഫുൾ ഫോം. അത്രയും കാര്യങ്ങളാണ് പ്രധാനം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഡെപ്റ്റിൽ നിന്ന് അറിയേണ്ടത്. ഈ ഡെപ്റ്റും ഈ പറഞ്ഞ CSIR-ന് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ പറഞ്ഞ യുവിയിൽ എന്താ വരുന്നത്, വുഡ്മാറ്റ്-ഫീസർ റൂള്, അതിന്റെ കാർബോണിൽ ഗ്രൂപ്പിന്റെ എങ്ങനെ കണ്ടുപിടിക്കണം, ബ്യൂട്ടാഡൈൻ സിസ്റ്റത്തിന്റെ എങ്ങനെ കണ്ടുപിടിക്കണം, ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ ORD ആൻഡ് CD, അത് ഹ്യൂഹിക്കകത്ത് ആ ഒരു സെക്ഷൻ ഉണ്ട്. ഒപ്റ്റിക്കൽ റൊട്ടേറ്ററി ഡിസ്പെർഷനും സർക്കുലർ ഡൈക്രോയിസും, അതാണ് ORD CD. അത് ഹ്യൂഹിയുടെ ഒരു ടെക്സ്റ്റ്, ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ വായിച്ചാൽ മതിയാവും. ഓക്കെ. ഫിസിക്കൽ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ നമ്മൾ MSCയിൽ പഠിച്ച എല്ലാ ഫിസിക്കൽ കെമിസ്ട്രി ടോപ്പിക്കും ഉണ്ട്. ഗേഷ്യസ് സ്റ്റേറ്റ് ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, തെർമോഡൈനാമിക്സ് ഉണ്ട്, സ്റ്റാറ്റ് ഉണ്ട്, കെമിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്. എല്ലാ നെയിംഡ് റിയാക്ഷൻസും എല്ലാ ഇക്വേഷൻസും ഉണ്ടാവും. ആ ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ പലതവണ പല ആവർത്തി ഷോർട്ട് കട്ട് വെച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. നെയിംഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കും, ആ ഒരു രീതിയിൽ പഠിച്ചു പോവുക. ദെൻ സർഫസ് കെമിസ്ട്രി ഉണ്ട്. അവിടെയും ഈ പറഞ്ഞ പോലെ ഹർക്കിൻസ്-ഡ്യൂറ മെത്തേഡ് എന്താണ്, ഇങ്ങനെ നെയിംഡ് ആയിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർക്കണം. ഇപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് ലീഡ്, സെം, ടെം, ECSA എന്താണ്, ദെൻ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി, സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പി, ദെൻ ഓഷെ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി. ഓഷെ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മിനിമം 3 ഇലക്ട്രോൺ സിസ്റ്റം ഉള്ളതിലെ ഓഷെ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തൊക്കെ പറ്റില്ല, ഹൈഡ്രജൻ പറ്റില്ല, ഹൈഡ്രജൻ അനാലിസിസ് പറ്റില്ല, ഹീലിയം പറ്റില്ല. 3 ഇലക്ട്രോൺസ് അവിടെ വേണം. കാരണം ആ ഒരു സ്പെക്ട്രോസ്കോപ്പി നടക്കണമെങ്കിൽ 3 ഇലക്ട്രോൺസ് അനിവാര്യമാണ്. അപ്പൊ അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ തന്നിരിക്കുന്നതിനകത്ത് ഓഷെ ഇലക്ട്രോൺ സ്പെക്ട്ര കാണിക്കാത്തത് ഏതാണ്, അപ്പൊ സ്റ്റേറ്റ്മെന്റിനകത്തൊക്കെ ചോദിക്കാം. മിനിമം 3 ഇലക്ട്രോൺസ് വേണ്ട കാര്യമാണ്. അവിടെ 3 ഇലക്ട്രോൺസ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. റേഡിയേറ്റ് ചെയ്തൊന്ന് ലെവലിലേക്ക് താഴേക്ക് വന്ന് പിന്നെ അടുത്തൊരു ഇലക്ട്രോൺ ഇജക്ട് ചെയ്തു, അങ്ങനെ ഒരു മെക്കാനിസം ആണ്. അപ്പൊ അവിടെ 3 ഇലക്ട്രോൺ അവിടെ വേണം. അപ്പൊ ഹൈഡ്രജൻ സ്പീഷീസ്, ഹീലിയം സ്പീഷീസ് ഒന്നും തരില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക.
ദെൻ പ്രോബ് മൈക്രോസ്കോപ്പിക് എക്സാമ്പിൾ ഏതാന്ന് ചോദിക്കാം. സെമ്മും ടെമ്മും SPM തരും. SPM ഒരു പ്രോബാണ്, AFM ഒരു പ്രോബാണ്. സെമ്മും ടെമ്മും ഒന്നും പ്രോബ് അല്ല, പ്രോബ് മൈക്രോസ്കോപ്പി അല്ല. ടിപ്പ് വെച്ചിട്ട് സർഫസിൽ ഒരു ടിപ്പ് ഉണ്ടാവും, അത് വെച്ചിട്ട് അനലൈസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റൽ അനാലിസിസിൽ നിന്നും കിട്ടും. ഇലക്ട്രോ കെമിസ്ട്രിയും അതുപോലെ തന്നെ നേഴ്സ് ഇക്വേഷനും ഡെബേ-ഹക്കൽ ഇക്വേഷൻ, ഈ നെയിംഡ് ഇക്വേഷൻസ് എല്ലാം കൃത്യമായി പഠിക്കുക. കൈനറ്റിക്സും അങ്ങനെ തന്നെ ഓർഡർ കണ്ടുപിടിക്കാനും എഫക്ട് ഓഫ് പെർട്ടിക്കുലർ ഫാക്ടേഴ്സും റിയാക്ഷൻസും എല്ലാം വേണം. കറ്റാലിസിസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ലാങ്മർ ഷെൽവുഡ് മെക്കാനിസത്തിന് കൊടുക്കണം. ദെൻ എൻസൈം കറ്റാലിസിസ് ഒരു വാക്കേ അവിടെ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ എൻസൈം കറ്റാലിസിസിൽ മൈക്കലൈ മെൻഷൻ മെക്കാനിസം ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ, കാറ്റലിറ്റിക് എഫിഷ്യൻസി, ടേൺ ഓവർ ഫ്രീക്വൻസി, അങ്ങനത്തെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കും. അതെല്ലാം ഷോർട്ട് കട്ട് ഇക്വേഷൻസ് ഉണ്ട്. ഇപ്പൊ ടേൺ ഓവർ കാണാൻ T എഴുതുന്നത് എന്താണ്? ടേൺ ഓവർ. ആ Tയിൽ ഒരു I ഉണ്ട്, മീൻസ് Tയില് താഴെയും കൂടെ ഒരു വര വെച്ചാൽ അത് I ആയി. സോ ടേൺ ഓവർ കാണാൻ പറഞ്ഞാൽ 1/I ഇന്റർസെപ്റ്റ്. I എന്ന് പറയുമ്പോൾ ഇന്റർസെപ്റ്റ് ആണ്. 1/I ഇന്റർസെപ്റ്റ് ഇൻറ്റു എൻസൈം കോൺസെൻട്രേഷൻ ചെയ്താൽ ടേൺ ഓവർ കിട്ടും. ദെൻ അടുത്തത് കാറ്റലിറ്റിക് എഫിഷ്യൻസി ആണ്. ഇപ്പൊ ടേൺ ഓവറിൽ ഇന്റർസെപ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും കാറ്റലിറ്റിക് എഫിഷ്യൻസി വെച്ചാൽ 1/, സ്ലോപ്പ് ഇൻറ്റു എൻസൈം. അപ്പൊ ആ രീതിയിലൊക്കെ പഠിച്ചു. കാരണം എല്ലാം നമ്മൾ പലതവണ എഴുതി പഠിച്ചാലും ഷോർട്ട് കട്ട് ഒന്നും വെച്ചില്ലെങ്കിൽ ലാസ്റ്റ് എക്സാമിന് വരുമ്പോൾ നമുക്ക് മൊത്തത്തിൽ തിരിഞ്ഞു പോകും. ഓക്കെ, ദെൻ അടുത്ത ഇത് പറയുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സും അതുപോലെ തന്നെ ഗ്രൂപ്പ് തിയറി, ദെൻ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി, ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി ആണ്. അവിടെയും ഈ പറഞ്ഞ പോലെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. അതുപോലെ ഡിലോഗ് പെറ്റിറ്റ്സ് ലോഡ് ഇക്വേഷൻ, കൂപ്സ് ലോ, ഈ നെയിംഡ് ആയിട്ടിരുന്ന എല്ലാത്തിന്റെയും ഇക്വേഷൻസ് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കും. പിന്നെ മൊഡ്യൂൾ 10 വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ ചോദ്യം ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. ആക്യുറസി, പ്രിസിഷൻ, അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നതാണ് കുറച്ച് കാര്യങ്ങൾ. ദെൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ, വേരിയൻസ് കണ്ടുപിടിക്കാൻ, T ടെസ്റ്റ്, Q ടെസ്റ്റ്, F ടെസ്റ്റിന്റെ ഒക്കെ റെലവൻസ്, ദെൻ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, അത് വളരെ പ്രധാനമാണ്, ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ സോൾട്ട് അനാലിസിസിനെ കുറിച്ച്, ദെൻ തെർമൽ അനാലിസിസ് ലൈക് TG, DTA, DSE. ഇപ്പൊ DSE ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു സാധനമാണ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ഇപ്പൊ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഓഫ് പോളിമേഴ്സ് കണ്ടുപിടിക്കുന്നത് ഏത് മെത്തേഡ് ആണെന്ന് ചോദിക്കും. TG, DTA, DSE, വേറെ ഒന്നും അല്ലാതെ DSE ആണ്. അപ്പൊ ആ തരത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓർത്തു വെക്കണം. ദെൻ ക്രോമറ്റോഗ്രാഫിക് ഇക്വേഷൻ, അതിൽ എല്ലാ ക്രോമറ്റോഗ്രഫിയും ഉണ്ട്. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് വോൺ ടീമർ ഇക്വേഷൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ അത് പഠിക്കുമ്പോൾ വോൺ ടീമർ ഇക്വേഷൻ പഠിക്കണം. അത് എന്ന് പറയുന്നത് A+B/T അങ്ങനെ ഒരു ഇക്വേഷൻ ആണ്. അതിൽ A എന്താണ്? എഡി കറണ്ട് ആണ്. B ടേം ഉദ്ദേശിക്കുന്നത് ഡിഫ്യൂഷനെയാണ്. അടുത്ത ടേം ഉദ്ദേശിക്കുന്നത് മാസ് ട്രാൻസ്ഫറിനെയാണ്. അപ്പൊ ഓരോരോ ടേം എടുത്തിട്ട് അവർ ചോദിക്കാം എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ തരത്തിൽ പഠിക്കുക. ഗ്രീൻ കെമിസ്ട്രി 12 പ്രിൻസിപ്പിളും അതിന്റെ എന്താണ്, ഇപ്പോ ഇന്ന പ്രിൻസിപ്പിൾ പറയുന്നത്, ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞിട്ട് അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. ഇപ്പൊ റെഡ്യൂസ്ഡ് ഡെറിവേറ്റീവ്സ് ആണ് യൂസ് ചെയ്യേണ്ട എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ബൈ പ്രോഡക്ട്സ് കുറയ്ക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെയൊക്കെ ചോദ്യം വരാം. പിന്നെ അതിൽ നിന്ന് ചോദിക്കുന്നത് ആക്റ്റം ഇക്കണോമി ആണ്. ഇപ്പം അഡീഷൻ റിയാക്ഷൻസും റീഅറേഞ്ച്മെന്റും എല്ലാം തന്നെ റിയാക്ടന്റ് എത്ര ഉണ്ടോ അത്ര പ്രോഡക്റ്റ് തന്നെ കിട്ടുന്നതാണ്. പക്ഷെ സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ ഒക്കെ ഈ പറഞ്ഞ പോലെ ലോസ് സംഭവിക്കും. അപ്പൊ അത് ആറ്റം ഇക്കണോമിക് അല്ല. അപ്പൊ 100% ആറ്റം ഇക്കണോമി ആണോ? ഏത് റിയാക്ഷൻ ആണ്? ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ തന്നിട്ട് പ്രോഡക്റ്റിന്റെ മോളിക്കുലാർ വെയിറ്റും ആ റിയാക്ടൻസിന്റെ മോളിക്കുലാർ വെയിറ്റും കൂടെ ഡിവൈഡ് ചെയ്തിട്ട് 100 ചെയ്താൽ ആറ്റം ഇക്കണോമി കിട്ടി. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കാം. പിന്നെ നാനോ സ്ട്രക്ചർ, 1D നാനോ സ്ട്രക്ചറിന് എക്സാമ്പിൾ, 2Dക്ക് 3Dക്ക് അത് ചോദിക്കാം. പീസോ ഇലക്ട്രിക് എക്സാമ്പിൾ എന്താണ്? ഹാലോക്രോമിക് എക്സാമ്പിൾ എന്താണ്? പിന്നെ സുപ്രാമോളിക്കുലർ കെമിസ്ട്രിയിൽ അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരാം. സൈക്ലോഡെക്സ്റ്റിന്റെ ഇന്റീരിയർ ഫോബിക് ആണോ, ഹൈഡ്രോഫോബിക് ആണോ, ഹൈഡ്രോഫിലിക് ആണോ, കാലിക്സ് റേന്റെ എങ്ങനെയാണ്, ക്രൗണീതേഴ്സിന്റെ എങ്ങനെയാണ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് ചോദ്യങ്ങളായിട്ട് വരാവുന്നതാണ്. പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 5 മാർക്ക്, അതുപോലെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് 5 മാർക്ക്, 10 മാർക്കിന് നമ്മൾ ജനറൽ പാർട്ട് എന്നിവയായിരിക്കും. അതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ജനറൽ പാർട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കറന്റ് അഫയേഴ്സിന് അപ്ലൈ കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാം. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്ന സാറ് പറയുന്നതായിരിക്കും, ടീച്ചിങ്ങും അതുപോലെ GDK പാർട്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സിലബസ് മൊത്തം കവർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ
നിങ്ങളപ്പോ ഇപ്പൊ എന്താ പറയുന്നത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് സിലബസ് മൊത്തത്തിൽ ആദ്യമേ നോക്കാം. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ ഉള്ള കാര്യങ്ങളൊക്കെ അതായിരിക്കും. ആ മെറ്റീരിയൽ ഒക്കെ ആദ്യം തന്നെ കളക്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോ നമ്മുടെ ക്ലാസ്സിനോടൊപ്പം തന്നെ ആ മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് നിങ്ങൾ റെഫർ ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. ഒരു തവണ ലാസ്റ്റ് ആണ്, ഇപ്പൊ 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ്, ലാസ്റ്റ് ആണെന്ന ഒരു എക്സാമിന്, എനിക്കൊന്ന് HST അല്ല, വേറെ ഏതോ ഒരു എക്സാമിനാണ് ഒരു പെർട്ടിക്കുലർ ജേർണലിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നോബൽ പ്രൈസ്, അപ്പൊ ആ ലേറ്റസ്റ്റ് നിങ്ങൾ നടന്ന വർഷത്തെ നോബൽ പ്രൈസിൽ കെമിസ്ട്രിയിൽ എന്ത് റിലേറ്റഡ് സംഭവമാണ് ആർക്ക് കിട്ടിയെന്നുള്ളത് അറിയണം. എന്നാലും ആ ചോദ്യമൊക്കെ ചോദിക്കേണ്ട ഒരു കാലം ഇപ്പൊ അതിക്രമിച്ചിട്ടുണ്ട്. അപ്പൊ വർക്കിനെ കുറിച്ചുള്ള ചോദ്യമായിരിക്കും. അപ്പൊ സമയമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പഠിച്ച് ബോറൊക്കെ അടിക്കുന്ന സമയത്ത് ആ വർക്ക് എന്താണ്, അറ്റ്ലീസ്റ്റ് പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്ന വർഷത്തെ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷത്തെ, ഇപ്പം നിലവിൽ 2025 26 പ്രഖ്യാപിക്കുന്നതല്ലേ ഉള്ളൂ. 25 കെമിസ്ട്രിയുടെ നോബൽ പ്രൈസിന്റെ വർക്ക് എന്താണെന്നൊന്ന് അറിഞ്ഞു വെക്കാം. 24 ഒന്ന് അറിഞ്ഞു വെക്കാം. അപ്പം അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കും. അപ്പൊ ആർക്കൊക്കെ കിട്ടാവുന്നതാണ്. അപ്പൊ ആ വർക്കിനെ കുറിച്ചും കൂടെ ഒക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഞാൻ പറഞ്ഞ പോലെ മെറ്റീരിയൽസ് നിങ്ങളുടെ സിലബസിൽ എന്തെങ്കിലുമൊക്കെ സിലബസ് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങളൊന്ന് നോക്കുന്നതും അത് കയ്യിൽ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നത് അല്ലായിരിക്കും. ഇത് 2018 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സ്ക്രീൻ കാണാലോ അല്ലേ? നെറ്റ് ഓറിയന്റഡ് ആയിരുന്നു. ഇപ്പൊ മാസ് സ്പെക്ട്രം, ഇതില് ഡൈക്ലോറോ ഈത്തേറ്റ്, 2 ക്ലോറോ വന്ന സിസ്റ്റത്തില് ക്ലോറിന് 2 ഐസോട്ടോപ്പ് ഉണ്ട്, 35 37. അത് 3:1 റേഷ്യോയിലാണ്. 2 ക്ലോറിനുള്ളതുകൊണ്ട് 3+1 ഹോൾ സ്ക്വയർ 9:6:1 റേഷ്യോയിൽ വരും. ഇതൊക്കെ എന്ന് പറയുന്നത് മാസ് സ്പെക്ട്രോസ്കോപ്പിയുടെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വരും. അപ്പൊ മാസ് സ്പെക്ട്രോസ്കോപ്പി പഠിക്കുമ്പോൾ ബ്രോമിന്റെ കേസിലാണെങ്കിൽ ബ്രോമിന്റെ 2 ഐസോട്ടോപ്പും 1:1 റേഷ്യോയിലാണ്. അപ്പം ഡൈബ്രോമോ ഈത്തൈൻ ആയിരുന്നെങ്കിൽ 1:2:1 വന്നേനെ, തേർഡ് ഓപ്ഷൻ വന്നേനെ. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് തൊട്ട് മുമ്പത്ത് നടന്നതല്ല, അതിന് മുമ്പ് നടന്നിട്ടുള്ളതാണ്. ഇത് ഒരുപാട് CSIR ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് വന്നത്. ഈ ആക്ടിവേഷൻ എനർജി ചോദിച്ചാണ്. അതുപോലെ 29ാമത്തെ CH സ്ട്രെച്ചിങ് ഫോർ അസറ്റിലിൻ CH ട്രിപ്പിൾ ബോൺ CH 2900 അതെല്ലാം വന്നിട്ടുള്ളതാണ്. ഇതെല്ലാം നെറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2018 ചോദ്യമായിട്ട് വന്നത് ഈ ഹോട്ട് ബാൻസ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് പീക്ക് എക്സ്പെക്ടഡ് ഇൻ CMR സ്പെക്ട്രം ഓഫ് ടോളുവിൻ. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഗേറ്റിനും നെറ്റിനും വന്നിട്ടുള്ളതാണ്. ഡിറ്റർമിനേഷൻ ഓഫ് CFSE ഓഫ് ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സ് ക്യാൻ ബി ഡൺ യൂസിങ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. UV ആണ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ചോദിക്കും. അതുപോലെ പോയിന്റ് ഗ്രൂപ്പ്, നിങ്ങൾ അത്യാവശ്യം കുറച്ച് ഏറെ കോമ്പൗണ്ടുകളിൽ പോയിന്റ് ഗ്രൂപ്പ് ഒക്കെ നിങ്ങൾ കാണാതെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. മെറ്റൽ ബോണ്ട്, അതുപോലെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ്, CFSE കണ്ടുപിടിക്കാനുള്ളത്, അതുപോലെ നിഡോ, ക്ലോസോനിഡോ, അതുപോലെ തന്നെ ഇതെല്ലാം ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റിൽ നിന്നാണ്. നിങ്ങൾ ഈ സിലബസ് നോക്കിയാൽ കൃത്യമായിട്ട് നമ്മുടെ സിലബസിൽ പറയുന്ന രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഔട്ട് ഓഫ് സിലബസ് അങ്ങനെയൊന്നും വന്നിട്ടില്ല. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. ഹൈബ്രിഡൈസേഷൻ ഇൻ സീസസ് സോൾട്ട്, നമ്മൾ സീസസ് സോൾട്ട് പഠിക്കുന്ന സമയത്ത് ഹൈബ്രിഡൈസേഷനും അതിന്റെ സ്ട്രക്ചറും അതിന്റെ ലിഗാൻഡും, ആ ലിഗാൻഡ് മാറി മാറി വന്നാൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിക്കും, ബോണ്ട് ലെങ്തിന് എന്ത് സംഭവിക്കും, അതിന്റെ സ്ട്രക്ചർ എന്താണ്, ഇതെല്ലാം പഠിക്കും. അപ്പൊ ഒരു സംഭവം നിങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ അതിന്റെ എല്ലാ ഡയമെൻഷൻസും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ജസ്റ്റ് ഇപ്പം PYQ ഇപ്പൊ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിൽ നിന്ന് ഇത്രയും കാര്യങ്ങളെ ചോദിച്ചോളൂ. ഹൈബ്രിഡ് ഇപ്പൊ ഈ ഒരു PYQ മാത്രം ചെയ്താൽ എന്താ ചെയ്യാ, ഹൈബ്രിഡൈസേഷൻ ഈ സീസസ് സോൾട്ട് സ്ക്വയർ പ്ലാനാർ ആണ്, ഇതായിരിക്കും വരുന്നത് എന്നും പറഞ്ഞു പോകും. പക്ഷെ അടുത്ത തവണ ക്വസ്റ്റ്യൻ വരുന്നത് അങ്ങനെ ആയിരിക്കില്ല. സീസസ് സോൾട്ടിലെ ഹൈഡ്രജൻ, എത്തിലീനിലെ ഹൈഡ്രജൻ ലിഗാൻഡിന് പകരം ഫ്ലൂറിൻ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിന്റെ ബോണ്ട് ലെങ്തിന് എന്ത് സംഭവിക്കുന്നതായിരിക്കും ചോദ്യം വരുന്നത്.
അപ്പൊ നമ്മൾ ഇവൻ എന്തെങ്കിലും PYQ പഠിക്കുകയാണെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? PYQല് ഹൈബ്രിഡൈസേഷൻ ഇൻ സീസർ സോൾട്ട് എന്ന് എഴുതുമ്പോ നിങ്ങൾ നേരെ പോയി ഹൈബ്രിഡൈസേഷൻ മാത്രമല്ല പഠിക്കുക, സീസർ സോൾട്ട് എടുക്കുക. സീസർ സോൾട്ട് എന്താണെന്ന് അറിയുക, അതിന്റെ എല്ലാ വിഷയങ്ങളും പഠിച്ചു പോവുക. PYQ മാത്രം ചെയ്ത് പഠിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ പോകാവൂ. അല്ലാതെ ജസ്റ്റ് ഓരോ ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്ത് പോകരുത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിന്റെ ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞതാണ്. ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എടുക്കുക, അതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു പോവുക. അങ്ങനെ പഠിച്ചു നമുക്ക് കുറെ ഫാക്ട്സ് കിട്ടും. നമ്മൾ ഇല്ലാമെന്ന് പറഞ്ഞില്ല, ആൻസർ മാത്രമല്ല, ആ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമല്ല എല്ലാ തരത്തിലും പഠിച്ചു പോവുക. അങ്ങനെ PYQ അനലൈസ് ചെയ്ത് പഠിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ആ രീതിയിൽ അല്ലാതെ ഒരു റാങ്ക് ഫൈൽ ഇന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്, ഇതേ ക്വസ്റ്റ്യൻ അടുത്തോടെ റിപ്പീറ്റ് ചെയ്താലേ അതുകൊണ്ട് ഗുണമുള്ളൂ. പക്ഷെ സീസർ സോൾട്ടിന്റെ ക്വസ്റ്റ്യനിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ചു പോയാൽ അത് നിങ്ങളെ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെ എല്ലാ തലത്തിലും എത്തിച്ച് നന്നായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ക്ലാസിന്റെ കാര്യം ഡിവില മിസ് പറഞ്ഞു. ക്ലാസ്സിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എല്ലാം റെഫർ ചെയ്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് കൂടാൻ പറ്റാത്തവർക്ക് വേണ്ടി റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ ഇപ്പൊ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ പഠിച്ചു പോവുകയുള്ളൂ. അല്ലാതെ ജസ്റ്റ് ആൻസർ മാത്രം പഠിക്കരുത്, എല്ലാം കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കും. ഫിസിക്കൽ കെമിസ്ട്രി ബൈ കുര്യൻ ശർമ്മ, ഹ്യൂഹി, ക്ലെയ്ഡൻ, ഓർഗാനിക് കെമിസ്ട്രിയുടെ ക്ലെയ്ഡൻ നല്ലൊരു റെഫറൻസ് ആണ്. നിങ്ങളുടെ സമയമൊക്കെ അനുസരിച്ച് വായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വായിക്കാം. നമ്മൾ ഇതെല്ലാം ടെക്സ്റ്റും സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കും റെഫർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ സമയം കിട്ടിയില്ലെങ്കിലും പേടിക്കേണ്ട, എല്ലാ റെഫറൻസുകളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ വായിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡോക്ടർ ഉണ്ടോ? ഓക്കെ, ആർക്കും ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഷെയറിങ്ങിലൂടെയും അനാലിസിസിലൂടെ എല്ലാം നിങ്ങളുടെ ഒരുവിധമുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, PYQ അനാലിസിസ് ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യാവുള്ളൂ. പിന്നെ നമ്മൾ തരുന്ന വീഡിയോസും കാര്യങ്ങളും പഠിക്കാം. PYQs നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എടുക്കേണ്ട ഒരു എഫേർട്ടിനെ കുറിച്ചാണ് ഞാൻ ഈ PYQ അനാലിസിസ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നത്. ഓക്കെ മിസ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കൂ. സിലബസ് PDF ഒന്ന് ഷെയർ ചെയ്ത് തരുമോ? ഗ്രൂപ്പ് ഷെയർ ചെയ്യാം. ഞാൻ ഇപ്പൊ ആരോ എന്നോട് ചോദിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ആക്കെ. ഈ വർഷത്തത് വന്നിട്ടില്ല, നമ്മൾ ഓൾറെഡി ഉള്ളതാണ് ഷെയർ ചെയ്യുന്നത്. പക്ഷെ അതിൽ മാറ്റം വരാൻ ചാൻസ് ഇല്ല. എങ്കിൽ പോലും ഓൾഡ് വൺ ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അത് ഷെയർ ചെയ്താ കേട്ടോ. ചെയ്തോളൂ. ബാക്കി ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. ലേറ്റസ്റ്റ് വരുന്നത് കഴിഞ്ഞ തവണ ചെയ്ത കുട്ടികളുടെ നിന്ന് വാങ്ങിച്ചിട്ടേക്കാം കേട്ടോ. ഓക്കെ മിസ്സേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. മിസ്സേ, ആർക്കും ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു വിന്നേഴ്സിനോട് സംസാരിക്കുന്നതായിരിക്കും അവർക്ക് കുറച്ചുകൂടെ അവരത് ക്ലിയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവേ. ഓക്കെ, അങ്ങനെയാണ് മിസ്സേ, നമുക്ക് അങ്ങനെയാണ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ ഇത്രയും നേരം നമ്മുടെ ടോസ് അക്കാഡമിന്റെ വിന്നേഴ്സ് മീറ്റിൽ ജോയിൻ ചെയ്ത് ഇത്രയും നേരം നമ്മുടെ വിന്നേഴ്സിന്റെ എക്സ്പീരിയൻസ്, കൂടാതെ നമ്മുടെ സ്റ്റഡി പ്ലാൻ, സ്ട്രാറ്റജി, നമ്മുടെ കുറച്ച് അതായത് എങ്ങനെ പഠിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം തന്നെ ക്ഷമയോടെ കേട്ടിരുന്ന് നമ്മുടെ ഈ ഒരു പരിപാടി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മീറ്റിംഗ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ദിവ്യ മിസ് പ്രത്യേകം താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ കൂടിയും എല്ലാവർക്കും ടോസ് അക്കാഡമിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. എന്നാൽ നമുക്ക് വൈൻഡ് അപ്പ് ആക്കാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.